ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ ഒരേ വാക്കിൽ പറയുകയാണ്, അടുത്ത റിവൈവൽ ലോകം കാണാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അത് ചൈനയും ഇന്ത്യയും ആണ് വേൾഡിൽ ഏറ്റവും ശക്തമായി നീ ഒരു ഉണർവ് കാണാൻ പോകുന്ന രാജ്യമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി, പ്രവാചകന്മാർ ഒരുമിച്ച് കൂടിയ പ്രാർത്ഥന ശുശ്രൂഷയിൽ എല്ലാവരും ഈ തുണ്ടിട്ടെടുക്കുന്നത് പോലെ ഇനി അടുത്ത് എവിടെയാണ് റിവൈവൽ എന്ന് നോക്കിയപ്പോൾ അവിടെ ആ തുണ്ടിൽ വീണത് ഇന്ത്യയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇന്ത്യയിൽ ഒരു റിവൈവൽ ആവശ്യമാണ്. നമ്മുടെ ഈ ഭാരതമാണ് ഇനി അടുത്ത ശക്തമായി ലോകത്തിലെ ഏറ്റവും ശക്തമായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിനകത്ത് ദൈവത്തിൻ്റെ രാജാതിരാജാവായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. ദൈവത്തിൻ്റെ മഹത്വം ഈ രാജ്യം അറിയണം. അതിന് ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കളാണ് നമ്മൾ. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും കുറേ നന്മകൾ പ്രാപിച്ചും മരിക്കാനല്ല. നമ്മൾ ഈ രാജ്യം, ദൈവരാജ്യം പണിയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പട്ടണങ്ങളെ ദൈവരാജ്യം ഈ നെടുമങ്ങാട് പണിയാൻ, നെടുമങ്ങാടിനെ വിഴുങ്ങുന്ന ഒരു സഭയായി നമ്മുടെ സഭ മാറാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ സഭ. അനവധി സഭകളുണ്ട് ലോകത്ത്, ഒരുപാട് സഭകളുണ്ട്. എന്നാൽ വളരെ അപൂർവമായ ചില സഭകൾ മാത്രമേ ആ രാജ്യങ്ങളെ ചലിപ്പിച്ചിട്ടുള്ളൂ. കൊറിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ഉണർവില്ലാത്തിരുന്ന സമയത്താണ് ഒരു ക്ഷയരോഗിയായ ഒരു വ്യക്തിയോട് ഒരു പെൺകുട്ടി സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം പിന്നെ ആ രാജ്യത്തിലുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ വേൾഡിലെ പ്രസിഡന്റുമാരെല്ലാം കാണാൻ വന്നത് പോൾ യോങ്കിച്ചോയെ ഇങ്ങോട്ട് കാണാൻ വരികയാണ്. കാരണം കൊറിയ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആ ചർച്ചിൻ്റെ അണ്ടറിലായി. അവിടെ ആരാധനയ്ക്ക് ഞായറാഴ്ചകൾ വരുന്നത് നമ്മളെപ്പോലെ നടന്നും ബസ് കയറുക എല്ലായിരുന്നു. അവർ ഫ്ലൈറ്റിലും വലിയ വലിയ വാഹനങ്ങളിലും ഫ്ലൈറ്റുകളിലും ഹെലികോപ്റ്ററുകളിലുമാണ് അവിടെ ആരാധനയ്ക്ക് വിശ്വാസികൾ ആ ദൈവത്തിൻ്റെ സഭയിൽ വന്നുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്തിലെ ഉന്നതന്മാരെല്ലാം ആരാധിക്കുന്ന സഭയായി അത് മാറി. ഒരു ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. സമൂഹത്തിൽ ഉള്ള വളരെ അതായത് സമൂഹത്തിൽ വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആരാധനയാണ് പെന്തക്കോസ് ആരാധന. അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ സഭകളെന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സകല രാജാക്കന്മാരെയും സകല ഭരണ അധികാരികളെയും സകല ഈ ഭൂമിയിലെ സകല ഉന്നതന്മാരും കർത്താവിനെ ആരാധിക്കുന്ന നിലവാരങ്ങളിൽ ദൈവസഭ ആകണമെങ്കിൽ നമ്മളിലൂടെ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. എന്തുകൊണ്ടാണ് ഈ പട്ടണങ്ങളെ ദേശങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ കണ്ടിട്ട് ദൈവജനം ഈ സഭകളിലോട്ട് വരാത്തത്? ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഗേറ്റിലോട്ട് കയറുന്ന സമയത്തൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. പണ്ട് നമ്മൾ പ്രവചിച്ച കാര്യമാണ്. നമ്മുടെ സഭയിലോട്ട് ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആ വണ്ടിയിലിരുന്ന് ഞാൻ കണ്ടോ ട്രാഫിക് ബ്ലോക്ക് കണ്ടു. ഇങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടായത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പ്രവചനം പറഞ്ഞ കാര്യങ്ങളാണ്, ദൂത് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ആരാധനകൾ ജനങ്ങൾ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. പോലീസുകാരായിരിക്കും അത് നിയന്ത്രിക്കുന്നത്. പോലീസുകാർ അടക്കമുള്ളവർ അന്യഭാഷ പറയുന്ന സമയം വരാൻ പോവുക. ഹല്ലേലൂയ. ട്രാഫിക് പോലീസ്. വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉണർവ് നടന്നപ്പോൾ, ഉണർവ് നടന്ന സ്ഥലത്ത് ഏത് പാസ്റ്ററിലൂടെയാണ് ഈ ഉണർവ് നടന്നത്, ആരാണ് ഈ ഉണർവ് നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ കൂടി അവിടെ വന്നപ്പോൾ വെയിൽസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ട്രാഫിക് പോലീസുകാരനാണ് ആദ്യം അന്യഭാഷ പറഞ്ഞത്. അദ്ദേഹം അന്യഭാഷ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അദ്ദേഹം അന്യഭാഷ പറയാൻ തുടങ്ങി. ജനങ്ങൾ കൂടി അത് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലോട്ട് ആയി പരിശുദ്ധാത്മാവരെ വലിച്ചുകൊണ്ട് ജനത്തെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. ആരാണ് ഈ ശുശ്രൂഷ നടത്തുന്നത് കാണാൻ വന്നപ്പോൾ ആരും അവിടെ ഇല്ല. അവിടെ മഹത്വം ഇറങ്ങി, ദൈവസാന്നിധ്യം ഇറങ്ങി. ഇപ്പം നമ്മൾ പല ഭാഷന്മാരും പല ചർച്ചുകളും ഞങ്ങളിലൂടെ നടക്കും, ഞങ്ങളാണ് ഇനി അടുത്ത റിവൈവലിസ്റ്റുകാർ, അല്ലെങ്കിൽ ഞങ്ങളാണ് അതിൻ്റെ നടത്താൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. അപ്പോൾ നമ്മൾ പലരും പറയും നമ്മുടെ സഭയിലൂടെ നമ്മളിലൂടെ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്, നല്ല ആഗ്രഹങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കണം, നമ്മളത് വിളിച്ചു പറയണത് നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ ദൈവം പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ ആയിരിക്കും അടുത്ത കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നത്.
ഒരുപക്ഷെ ഈ ക്രൗഡിനകത്തിരിക്കുന്ന ഒരു ലേഡി ആയിരിക്കാം, ഒരു ചെറിയ കൊച്ചു കുഞ്ഞായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥലങ്ങളിൽ ഈ ട്രിവാൻഡ്രത്ത് സിറ്റിക്കകത്ത് ഏതോ ഒരു ചർച്ചിനകത്ത് ഒരു സഭയ്ക്കകത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പ്രവചിക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കുന്ന അവരുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് അവർ ആത്മനിറവിൽ ഇങ്ങനെ വീണ് മണിക്കൂറുകൾ കിടന്ന് അവർ പ്രവചനം പറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും പല സഭകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് നിങ്ങളെ ആരാധനയ്ക്കായി ഈ സഭയിൽ വന്നപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് എനിക്കറിയില്ല. പലർക്കും പല പ്രതീക്ഷകളാണ്, പലരും കാണാൻ വരുന്നത് പലരെയാണ്. പക്ഷേ കർത്താവിനെ കാണാൻ വന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, പ്രതീക്ഷയോടെ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ തന്നെ തൊടും. ദൈവത്തിൻ്റെ സ്പർശനം എന്നെനിക്ക് ഉണ്ടാകും. ഇന്നാര് പ്രസംഗിക്കുന്നു എന്നല്ല, ഇന്നാര് പ്രവചിക്കുന്നു എന്നല്ല, ഞാൻ കാണാൻ വന്നത് കർത്താവിനെയാണ്. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരങ്ങളെ അടിച്ച് ഞാൻ യേശുവിനെ കാണാൻ വന്നെന്ന് പറഞ്ഞാട്ടെ. കർത്താവിനെ ഞാൻ കാണാൻ വന്നു. ഞാൻ വന്നത് മനുഷ്യനെ കാണാനല്ല, പാഷന്മാരെ കാണാനല്ല, ഞാൻ വന്നത് യേശുവിനെ കാണാനാണ്. അത് ഏത് കൊച്ചു കുഞ്ഞാണെങ്കിലും ഏത് പ്രായഭേദമന്യ ആരാണെങ്കിലും ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം നിന്റെ ചരിത്രം മാറ്റാൻ പോവുകയാണ്. ദൈവം നമ്മുടെ ചരിത്രങ്ങളെ മാറ്റുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വചനം വായിച്ചു. ബാബേൽ പ്രവാസ കാലഘട്ടങ്ങളിൽ വായിച്ചു പേര്, രണ്ട് പേരുണ്ട്. ഒന്ന് അടിമത്ത് മുഖത്തിനകത്താക്കിയ രാജാവിന്റെ പേരും അടിമയായി കിടന്ന രാജാവിന്റെ പേരും. ഒന്ന് വായിച്ച്. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ പ്രവാസത്തിന്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ രാജാവിനെ പ്രവാസത്തിനകത്ത് കിടക്കുമ്പോൾ അവിടെ പ്രവാസത്തിലാക്കിയ രാജാവിന്റെ പേരൊന്ന് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. യഹോയാക്കീം പ്രവാസത്തിൽ കിടക്കുമ്പോൾ 37-ാം ആണ്ടിൽ 12-ാം മാസം 27-ാം തീയതി ബാബേൽ രാജാവായ ബാബേൽ പ്രവാസം അല്ലെ ബാബേൽ എന്ന് പറയുന്നത് ഒരു മഹാസാമ്രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഇന്ന് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളിവിടെ നമുക്ക് വലിയ പ്രതികൂലങ്ങളൊന്നുമില്ല. നോർത്ത് ഇന്ത്യയിൽ കുറേ ശുശ്രൂഷകന്മാരൊക്കെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. മനുഷ്യന് പ്രതികരിക്കാൻ പറ്റത്തില്ല, അഭിഷിക്തന്മാർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രതികൂലം വരുമ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തൊരു ജനമാണ് ദൈവത്തിൻ്റെ ജനമെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ജനമാണ് ദൈവത്തിൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് പണ്ടത്തെ പോലെ കളരിപ്പയറ്റും കരാട്ടയായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പ്രത്യുത ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമ്മുടെ ശത്രുക്കൾ മനുഷ്യരല്ല, അവരിലെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളാണെങ്കിൽ ഇന്ന് പകല് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് പ്രതികരണം എന്ന് പറയുന്നത് മുഴങ്കാലും അടക്കിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗമിറങ്ങും, ദൈവം ചില ന്യായവിധികൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ് ബാബേൽ പ്രവാസം, അതായത് ബാബേൽ എന്ന് പറഞ്ഞ നെബൂഖദ്നേസർ രാജാവിനെ പോലെയുള്ള ശക്തന്മാരായ ആൾക്കാര് അഭിഷിക്തന്മാരെ പിടിച്ച് യിരെമ്യാവിനെ വരെ പിടിച്ച് തുറങ്കലിലാക്കി തടങ്കലിലാക്കിയ ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും പിടിച്ചകത്തിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ അകത്തിട്ടിരിക്കുന്ന രാജാവിന്റെ പേരൊന്ന് വായിക്കാം. എന്താണ്? അപ്പൊ ഇംഗ്ലീഷിൽ ഈവിൾ മെരോദക് എന്നാണ് എന്റെ പേര്. അതായത് പിശാച് പിടിച്ചവന്റെ പേരാണ്. ഒരു ദുഷ്ട പിശാച് പിടിച്ച വ്യക്തിയാണ് ദൈവത്തിന്റെ അഭിഷിക്തനെ പിടിച്ച് എന്തിട്ടിരിക്കുന്നത്? വാഗ്ദത്തമുള്ള രാജാവിനെ പിടിച്ച് തടങ്കലിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അവിടെ വചനം വായിക്കുന്നത് വായിച്ചോ? പ്രൈസ് ദി ലോർഡ്. താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കടാക്ഷിച്ച് യഹോയാക്കീമിനെ എന്ത് ചെയ്തു? കടാക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ശത്രു രാജ്യത്തിന്റെ അകത്ത് ഒരിക്കലും ദയ കാണിക്കാത്ത ഒരു കൂട്ടരാണ് ഈ ബാബേലുകാർ. എന്നുവെച്ചാൽ വളരെ ശക്തന്മാരാണ് ഇവര്. മനുഷ്യരെ പോലെയല്ല, മൃഗങ്ങളുടെ സ്വഭാവമാണ്. നമുക്കറിയാം ബാബേലിനകത്ത് ദാനിയേൽ കിടന്നു, ശദ്രക് മേശക്, അവരുടെയൊക്കെ അനുഭവങ്ങൾ അറിയാം. അവരെയൊക്കെ തീക്കകത്ത് വലിച്ചെറിഞ്ഞതും സിംഹക്കൂട്ടിനകത്തിട്ടതും അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം. എന്ന് വെച്ചാൽ ദൈവജനത്തെ എത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും ഉപദ്രവിച്ച് കൊല്ലുന്ന രാക്ഷസന്മാരായ ആൾക്കാരാണ് ഈ ബാബേലുകാരെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആ ബാബേലുകാരെ തകർക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം കോരേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നേൽപ്പിച്ചിരുന്നു. കോരേശിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്നത്, കോരേശ് എന്ന് പറയുന്ന ആ രാജാവ്, ജാതീയ രാജാവിനെ ചെറിയ 12 വയസ്സിന് വരെ അവൻ വളർന്നത് ചെന്നായ്ക്കളുടെ നടുവിലെന്നാണ് പറയുന്നത്. ഒരു ചരിത്രമാണ്. കാരണം ഈ ബാബേലുകാരെ തകർക്കാൻ വേണ്ടി മാത്രം ദൈവം എന്ത് ചെയ്തു? ഒരു ജാതീയനായ ചെന്നായ്ക്കളുടെ ഇടയിൽ 12 വയസ്സ് വരെ ചെന്നായ്ക്കൾ വളർത്തിയ കോരേശ് എന്ന് പറയുന്ന രാജാവിനെ എഴുന്നേൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുന്നവനെ, അവൻ എത്ര വലിയവനാണെങ്കിലും അവൻ പീഡിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവനെ തീർക്കാനുള്ളവനെ ആ മറു സൈഡിൽ ഉരുവാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന പകൽ നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഒരു കൂട്ടർ എഴുന്നേറ്റാൽ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ കാര്യത്തിന് തീരുമാനമാക്കാൻ നീതിമാനും വിശുദ്ധനുമായ എൻ്റെ ദൈവം നിന്നെ പേര് ചൊല്ലി വേർതിരിച്ച് വിളിച്ചത് ദൈവമാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ സിറ്റുവേഷൻ എത്ര ഭയങ്കരമാണെങ്കിലും, അത് എത്ര വലിയ ശക്തന്മാരായ ശത്രുക്കളാണെങ്കിലും, അവർ പ്ലാനും പദ്ധതി ഇടുന്നതിന് മുമ്പ് തന്നെ നിന്നെ വിടുവിക്കാനുള്ളവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽ ഈ ദൂതുകൾ ഏറ്റെടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ഭയാനകമായ രാക്ഷസന്മാരായ ബാബേലുകാര് ഇയാളെ പിടിച്ച് തടങ്കലിട്ടപ്പോൾ അകത്ത് കയറി ആ ഭരണം ഏറ്റെടുത്ത ദൈവം പിന്നെ ആ രാജാവിൻ്റെ ഹൃദയത്തിനെ പരിശുദ്ധാത്മാവ് മാറ്റി. സദൃശവാക്യങ്ങളിൽ പറയുകയാണ്, യഹോവയുടെ കരങ്ങളിൽ നീർത്തോട് കണക്കെ രാജാക്കന്മാരുടെ ഹൃദയം ഇരിക്കുന്നു, അത് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. കർത്താവ് പറയുക, ശത്രുവിൻ്റെ ഹൃദയം നിനക്ക് അനുകൂലമാകുന്ന സീസൺ. ദൈവം അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും ഇന്ന് പകൽക്കാലം ആത്മാ പറയുന്നു, ദൈവം തൊട്ടാൽ നിന്റെ ശത്രുവിൻ്റെ ഹൃദയം നിനക്ക് അനുകൂലമാകും. നിന്റെ ശത്രുവിന് നിന്നോട് കടാക്ഷരം ഉണ്ടാകും. നിന്റെ ശത്രുവിന് നിന്നോട് കരുണയുണ്ടാകും. നിന്റെ ശത്രു നിന്നെ കൊല്ലാനും മുടിപ്പിക്കാനും കൊന്നും മുടിക്കാൻ വേണ്ടി പ്ലാനിട്ടിരിക്കുന്നവന്റെ ഹൃദയം ഇന്ന് പകൽ ആത്മാവ് തൊട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് അനുകൂലമായി അവന് നിന്നോട് കരുണ തോന്നുന്നത് പോലെ, നിന്നോടൊരു കടാക്ഷം ഉണ്ടാകുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യാൻ പോയ. ഹല്ലേലൂയ. അപ്പൊ ഈ രാജാവ് അകത്ത് കയറിയപ്പോൾ തന്നെ അകത്ത് കിടക്കുന്നവനോട് ഒരു കരുണ തോന്നുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരു ശത്രുവിനെ സംബന്ധിച്ച് കൈ കെട്ടിക്കഴിഞ്ഞ് അവന്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിക്കുക, അല്ലെങ്കിൽ അവനെ കൊല്ലുക, തല വെട്ടുക, അവനെ തീക്കകത്തിടുക, സിംഹത്തിന്റെ കൂട്ടിനകത്തിടുക, പിന്നെ അങ്ങനെ ജീവനോടുകൂടി തന്നെ തോലുരിച്ച് പിന്നെ കൊല്ലുക, ഇതൊക്കെയാണ് അവരുടെ ഒരു മാർഗം എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളൊക്കെ ഇതൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ രാജാവിന്, അതും ഈ പേര് തന്നെ ഈവിൾ മുരദക്ക് എന്നാണ്, അതായത് പിശാചിന്റെ പേരാണ്, അത് ലൂസിഫറിന്റെ പേരാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കരനായ ഈ വ്യക്തി ഭരണത്തിൽ കയറിയ ഉടനെ യഹൂദ രാജാവിനോട് കടാക്ഷം തോന്നി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സീസൺ വരുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു ടൈം വരുമ്പോൾ, എത്ര വലിയ പ്രതികൂലവും ഏത് വലിയ തടങ്കലും എത്ര വലിയ വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ സീസൺ വരുമ്പോൾ അത് നിനക്ക് അനുകൂലമാകും. നിനക്കത് അനുകൂലമായി മാറും. ഏത് സാഹചര്യമാകട്ടെ, ഏത് വിഷയങ്ങളാകട്ടെ, ഇന്ന് കർത്താവ് പറയുക, നിനക്ക് ദൈവം അത് അനുകൂലമാക്കാൻ പോവുകയാണ്. അതായത് ഇന്ന് വചനം പറയുകയാണ്, ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ദൈവം. കർത്താവ് പറയുക, ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദൈവം ഒരു വ്യത്യസ്തനായ ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര വലിയ ശത്രുവാണെങ്കിലും നിന്നോട് ദൈവത്തിന് കരുണ തോന്നിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ആ ശത്രുക്കളുടെ മധ്യത്തിൽ തന്നെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. ശത്രുക്കളുടെ ഭവനത്തിനകത്ത് തന്നെ നിനക്ക് വേണ്ടി നന്മയെ ഒരുക്കി വെക്കുന്ന ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മോശയുടെ ജീവിതം നമുക്കറിയാം. മോശയെ സംബന്ധിച്ച് ജനിച്ചത് പ്രതികൂലത്തിലാണ്. ഒരിക്കലും ജനിക്കാൻ പാടില്ലാത്ത സീസണിലാണ് ഒരു ആൺകുട്ടിയായി ഒരു മോശ എന്ന് പറയുന്ന ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു ലേഡിക്ക് ഒരിക്കലും ആൺതലമുറകൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ലാത്ത സീസൺ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്നൊരു സീസൺ.
അതിനു വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആര് ജനിച്ചാലും കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനും വെട്ടിക്കൊല്ലുക. ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന അതേ സീസണിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എന്ത് ചെയ്യുക? ഒരു പ്രൈസ് ലോർഡ് പൗരോഹിത്യ കുടുംബത്തിനകത്തുള്ള ഒരു വ്യക്തി വന്ന് ലേവി കന്യകയെ കാണുകയാണ്. അവർ കന്യകയെ കാണുന്നു. പ്രൈസ് ലോർഡ്, തലമുറ അവർക്കുണ്ടാകുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് ഈ ദൈവം ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറയാൻ കാരണം എന്താ? സൂപ്പർ നാച്ചുറൽ എന്ന ദൈവത്തെ പറയാൻ കാരണം എന്താ? സാധാരണമായ ഒരു കാര്യവും ദൈവം ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നതിൽ കാര്യമില്ല. കാരണം നമുക്കും ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒരു മൃഗങ്ങളെക്കാൾ ആനിമൽസിനേക്കാളും കൂടുതലായി ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിവേകമുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആനയും അതുപോലെയുള്ള മൃഗങ്ങളെ വരെ കൺട്രോളിലാക്കുന്നവനാണ്, സമുദ്രത്തിലെ മത്സ്യങ്ങളെ കൺട്രോളിലാക്കുന്നവനാണ്. അപ്പോൾ അത്രയും വലിയ അധികാരമുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യന് അസാധ്യമായതൊന്നുമില്ല. അതാണ് ഫ്ലൈറ്റ് പോലെയുള്ളതൊക്കെ കണ്ടുപിടിച്ചത്. ആകാശത്തിലൂടെയും ഈ ഭൂമിയിലും ഒക്കെ സഞ്ചരിക്കുന്ന സകല വാഹനങ്ങൾ വരെ കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. മനുഷ്യനൊരു ക്രിയേറ്റിവിറ്റിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പം മനുഷ്യന് അസാധ്യമായത് ചിലതുണ്ട്. അതിനാണ് നമ്മൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. കാരണം അങ്ങനെ അസാധ്യമായ ഒന്നും മനുഷ്യനില്ലെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഈ ആലയത്തിനകത്ത്, ഞാനടക്കം നമ്മൾ ആരും ഇന്നും ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുകയില്ല. കാരണം എത്ര വലിയ ബുദ്ധിയും ശക്തിയും ഉള്ളവനാണ് മനുഷ്യനെങ്കിലും, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും, പലതും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് നമുക്ക് അപ്രാപ്യമായ, നമുക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അസാധ്യമായത് മാത്രമേ എൻ്റെ ദൈവം ഇന്ന് പകൽ ചെയ്യത്തുള്ളൂ. നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതും, നീ വിചാരിച്ചിട്ട് നടക്കാത്തതും, നീ പരാജയപ്പെട്ടു പോയതും, നിന്റെ പണം കൊണ്ട് നടക്കാത്തതും, നിന്റെ മസിൽ പവർ കൊണ്ട് നടക്കാത്തതും, നിന്റെ തൻ്റെയിടം കൊണ്ട് നടക്കാത്തതും, നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ നീ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ദൈവം നിന്റെ ഏത് വലിയ കാര്യങ്ങളെയും, എൻ്റെ ദൈവം സൂപ്പർ നാച്ചുറലായി കർത്താവ് അത് പരിഹരിക്കാൻ പോയ. ഹല്ലേലൂയ. ലോകം വേണ്ട എന്നും റിജക്റ്റ് ചെയ്യുന്ന ഒരു സീസണിലാണ് പ്രൈസ് ദി ലോർഡ്. നെഗറ്റീവായ സിറ്റുവേഷൻ, സാഹചര്യം വലിയ പ്രതികൂലത്തിലാണ്. കുഞ്ഞ് ജനിച്ചാൽ കൊല്ലപ്പെടും. അത് അപ്പനും അമ്മയ്ക്കും അറിയാം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെടും. അറിയാമായിരുന്നിട്ടും അവരുടെ കൺട്രോളിലല്ലാതെ ഒരു ജനനം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലര് ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടം, പുതിയ കാലഘട്ടങ്ങളിൽ പലരും 4-5 വർഷം ജോലി കാര്യങ്ങൾ, അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ പെട്ടെന്നായിരിക്കും തലമുറകൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തലമുറയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ കരങ്ങളിലല്ല ഇതിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് തലമുറ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ ഈ ആത്മീകം കൂടിക്കഴിഞ്ഞാൽ ചിലവരും പറയുന്ന കാര്യം, ഒരു വാക്കുണ്ട്, നിയോഗമില്ല എന്നൊക്കെ പറയും ചില കാര്യങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിയോഗം വരുന്നില്ല. ഇത് ഈ സ്പിരിച്വലി കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയെന്ന് പറയുമ്പോൾ ഈ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ഒരു നിയോഗം വരുന്നില്ല എന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അത് കൂടുതലായിട്ട് ഈ ആത്മീകത സ്വയം ആത്മീകനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ എല്ലാത്തിനും പറയുന്ന കാര്യമാണ് നിയോഗമില്ല. എന്നാൽ ഇല്ല, ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നിയോഗം ഉണ്ടാകും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾക്കും അവർക്ക് നിയോഗം ഉണ്ടാകും. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് നിയോഗമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ്. നമ്മൾ ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ട് മനുഷ്യന്. നമ്മളെല്ലാ കാര്യങ്ങളും, അതായത് വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ട ഒരു വചനമുണ്ട്. ഒരു കുടുംബജീവിതം എങ്ങനെ നടത്തണം, പ്രൈസ് ദി ലോർഡ്. ഒരു സഭ എങ്ങനെ നടത്തണം, ഒരു അപ്പൻ എങ്ങനെ ആയിരിക്കണം, ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ട വിഷയം പ്രവചിച്ചു കഴിഞ്ഞാൽ തൊട്ടിൽ കടന്ന് കരയുന്ന കുഞ്ഞിനെ ഓടിച്ചെന്ന് അമ്മ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം, അതിനെടുക്കണം. ആ സ്ത്രീ പറയുകയാണ്, എനിക്ക് നിയോഗം വരുന്നില്ല കുഞ്ഞിനെ എടുക്കാനെന്ന് പറഞ്ഞാലോ. പ്രൈസ് ദി ലോർഡ്, അല്ലേ? അഭിഷേകത്തിലായി അപ്പോൾ പറയും, എനിക്കൊരു നിയോഗം വരുന്നില്ല ആ തലമുറ എടുക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനത് പറയുകയാണ്, മനസ്സിലായോ? അതായത് മാനുഷികമായ നോർമലായ കാര്യങ്ങളിൽ വരെ ഈ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന
ചില രോഗികളുണ്ട് ഈ ആത്മീയ ലോകത്ത്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ചില, എന്നാൽ യഥാർത്ഥമായി ദൈവം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യത്തിനും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കല്യാണം കഴിക്കണം, ഞാൻ 21 ഡേയ്സ് ഇരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കല്യാണം കഴിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിക്കാൻ വേണ്ടി ഒരിക്കലും 21 40 ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിനറിയാം എൻ്റെ കാര്യം പോക്കാണെന്ന്. അതുകൊണ്ട് ദൈവം നേരത്തെ നീ ഇനി ഫാസ്റ്റ് ഒന്നും ചെയ്യണ്ട, നിന്റെ വിളിച്ചത് വിവാഹം കഴിക്കാൻ തന്നെയാണ്. നീ പ്രത്യേകിച്ച് ഫാസ്റ്റ് ചെയ്ത് 40 ദിവസം ഇരുന്ന് വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് പൗലോസ് പോലും പ്രാർത്ഥിച്ചില്ല. പൗലോസിന്റെ അകത്ത് ദൈവം ഒരു ബ്രഹ്മചാരിയെ പോലെ ജീവിക്കാനുള്ള കൃപയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഇരുന്ന് കല്യാണം കഴിക്കണോ. പക്ഷേ വിവാഹം കഴിക്കുന്ന സ്ത്രീയെക്കുറിച്ചൊരു വെളിപ്പാടിന് വേണ്ടി പുരുഷ പിന്നെ ഏതാണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ വിവാഹം കഴിക്കണോ എന്ന് ചോദിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ തന്നെ പല കാര്യം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, കുടുംബജീവിതം ദൈവം വെച്ചിരിക്കുകയാണ്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് മാറിയിരിക്കുന്നത് എന്ന് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കുടുംബജീവിതം നടത്തുന്നതിന് ഭർത്താവ് വലിയൊരു ആത്മീകനായി ഫാസ്റ്റിങ്ങിൽ ഇരിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ്, ഒരുമിച്ച് ജീവിക്കാൻ വിളിക്കുമ്പോൾ ഒരു നിയോഗമില്ലെന്ന് പറഞ്ഞാലോ? അപ്പോൾ ഭാര്യ പറഞ്ഞ നിയോഗമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമുക്ക് ഈ നിയോഗം പലപ്പോഴും പലരും വളച്ചൊടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ പലരും നിയോഗത്തിൻ്റെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പ്രൈസ്. എല്ലാ കാര്യത്തിലും നീ നിയോഗം പറയരുത്. ചിലപ്പോൾ പാഷന്മാരെ വിളിക്കുമ്പോൾ അവരും പറയും നിയോഗമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ചില ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം കയ്യിലിരിക്കുമ്പോൾ തന്നെ അമിതമായ ആത്മീയത പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പ്രൈസ്. അവരെക്കുറിച്ചല്ല, അവരെല്ലാം അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഫോഴ്സ്ഫുള്ളി ബലാത്കാരമായി തന്നെ ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ലൈഫിനകത്ത് നിന്റെ ഇഷ്ടമോ നിന്റെ ആഗ്രഹമോ നിന്റെ സമ്മതമോ വേണ്ട എന്നാണ് പറയുന്നത് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു കാര്യം ചെയ്യാൻ ഒരു മനുഷ്യന്റെ സമ്മതം പോലും ആവശ്യമില്ല. ഒരു മനുഷ്യന്റെയും അനുവാദത്തിന് ദൈവം കാത്തു നിൽക്കാറില്ല. ദൈവം ചിലത് ഈ നാളുകളിൽ അങ്ങനെ ചെയ്യാൻ പോവുക. നീ അനുവാദത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് റെഡിയാണോ നടക്കുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഭവനത്തിനകത്ത് ദൈവാത്മാവ് കയറാൻ പോകുന്നു. നിന്റെ ഇഷ്ടങ്ങളെ ദൈവം വെട്ടിക്കളയും. നിന്റെ ഇഷ്ടങ്ങൾ ഇന്ന് പകലത് പൊളിയാൻ പോവുക. ദൈവം പറയുന്നു നിന്റെ ഇഷ്ടമല്ല. കർത്താവ് പറയുന്നു ഇതിനകത്തിരിക്കുന്ന നിന്റെ ഇഷ്ടമല്ല. നീ പല പ്ലാനുകളായിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. പല പ്ലാനും ഇട്ടിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. നിന്റെ അജണ്ടയിൽ ഒരുപാട് പ്ലാനുകളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയുകയാണ്, നിന്റെ അജണ്ടകളെ തകർത്ത്, നിന്റെ പ്ലാനുകളെ തകർത്ത്, നിന്റെ ഗൂഢാലോചനകളെ തകർത്ത്, നിന്റെ ചില തീരുമാനങ്ങളെ തകർത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഫോഴ്സ്ഫുള്ളി ചില അത്ഭുതങ്ങൾ, ചില ദൈവപ്രവർത്തികൾ, ചില ജനനങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന സീസണാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടമൊന്നും ദൈവം നോക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. എല്ലാവരും കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾ ഒരു വിഷയമല്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ എനിക്കും നിനക്കും സാഹചര്യങ്ങൾ, ഈ സാഹചര്യം ശരിയല്ലല്ലോ, ദൈവം ഈ സാഹചര്യത്തിൽ ഇറങ്ങി വരുമോ, ദൈവം ഈ സാഹചര്യത്തിൽ ഇറങ്ങി വരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് പലപ്പോഴും, അയ്യോ ദൈവം ഒരു അഭിഷിക്തം പറഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചത് തിയേറ്ററിൽ ഇരുന്നാണെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറയുക. ഇത് പെന്തക്കോസുകാരോട് പറഞ്ഞാൽ പറയും ഭൂതമാണ്, പിശാചാണെന്ന് പറയും അല്ലേ. അവർക്കൊരു സമയമുണ്ട്. ദൈവം 21-ാമത്തെ ദിവസം ഇറങ്ങാവൂ. ഞങ്ങൾ വെള്ളയും ഇട്ട് കറുപ്പ് പാൻറ്റും ഇട്ട് മീശയ്ക്ക് എടുത്തതിന് ശേഷം 21 ഡേയ്സും 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുവത്താഴം കഴിയുമ്പോൾ ആശീർവാദത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിയാൽ മതി എന്നാണ് പെന്തക്കോസുകാർ ദൈവത്തോട് ചട്ടം കെട്ടിയിരിക്കുന്നത്.
പ്രൈസ്. അല്ലെങ്കിൽ 3 പാട്ട് കഴിഞ്ഞ് സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞ് ഞാൻ ഇഷ്ടമുള്ളതൊക്കെ പ്രസംഗിച്ചിട്ട് ആശീർവാദം പറയാൻ സമയത്ത് നീ വന്നാൽ മതി. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള സഭകളാണ് 2, 3, 5 പേരും കൊണ്ട് ഇരിക്കുന്നത്, പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് വരാനും പോകാനും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന സഭകൾ അത് വളരാനിടയാകും. ആ കുടുംബമാണെങ്കിലും വളരാനിടയാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും ഒരു മനുഷ്യൻ ഇരിക്കുന്ന സ്ഥലം ഒരു വിഷയമല്ല. അടുക്കളയ്ക്കകത്ത് നിന്ന് അഭിഷേകം പ്രാപിച്ചവരുണ്ട്, തിയേറ്ററിനകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചവരുണ്ട്, ആശുപത്രി കിടക്കലിരുന്ന് അഭിഷേകം പ്രാപിച്ചവരുണ്ട്, പല ഇടങ്ങളിലും സ്ഥലങ്ങളിലും മരണത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ജയിലിനകത്ത് കിടന്ന് അഭിഷേകം പ്രാപിച്ചവരുണ്ട്. അപ്പൊ നമ്മൾ ഈ ജയിലില് കൊലപാതകിയായ ഈ മനുഷ്യനെ ദൈവം തൊട്ടു, ജയിലിൽ കിടന്നവനാ. നമ്മൾ അവരെ അപമാനിക്കും, നമ്മളവരെ പരിഹസിക്കും. ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. നമ്മളെപ്പോലെ അല്ല ദൈവം, നമ്മളെപ്പോലെ ദൈവത്തെ ആക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവനല്ല ദൈവം, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല ദൈവം, നമ്മൾ പറയുന്നിടത്ത് ഇറങ്ങി വരുന്നവനല്ല ദൈവം. ദൈവം തനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങി വരും, ദൈവം തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി വരും. ദൈവത്തിന് മരുഭൂമി ഒരു വിഷയമല്ല, പ്രതികൂല സമയം ഒരു വിഷയമല്ല, കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക അവിടെ, അതൊരു ദൈവത്തിന് വിഷയമല്ല. ദൈവം തന്റെ ഇഷ്ടപ്രകാരം, തന്റെ ഹിതപ്രകാരം തനിക്ക് ബോധിച്ചവനെ തിരഞ്ഞെടുക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പം അതാണ് ദൈവം എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. ഇവിടെ കൊലപാതകം, കൂട്ടമരണം നടക്കുന്നു, കൊലപാതകം നടക്കുക, ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നൈൽ നദി മുഴുവനും കുഞ്ഞുങ്ങളുടെ ചോര കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തലമുറ ജനിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി നിന്നെ കൊല്ലാൻ വേണ്ടി കൽപ്പന എഴുതി വെച്ച അവന്റെ ഭവനത്തിനകത്ത് തന്നെ ദൈവം സൃഷ്ടിച്ചവനെ കൊണ്ടു ചെന്ന് 40 വർഷം അവനെ ആ വീട്ടിനകത്തിട്ട് വളർത്താൻ സാധിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് ദൈവത്തിന്റെ ജനം ആരാധിക്കാൻ വേണ്ടി ഈ ഹോളിനകത്തിരിക്കുമ്പോൾ ആ ജീവനുള്ള ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചവന്റെ ഭവനത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 1-2 ദിവസമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് ഒരു മനുഷ്യനോട് കരുണയും കൃപയും തോന്നിക്കഴിഞ്ഞാൽ നിന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ ശത്രുവിന്റെ മുമ്പിൽ ദൈവം നിന്നെ വളർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുവാകുന്ന ഫറവോന്റെ കണ്ണും കാതും അവന് മന്ദബുദ്ധിയായിപ്പോയി. ഒരു ദിവസമല്ല, 40 വർഷം താൻ കൊല്ലാൻ വേണ്ടി കൽപ്പന എഴുതി വെച്ച് വാള് റെഡിയാക്കിക്കൊണ്ടിരുന്ന അതേ അവൻ എല്ലാ ദിവസവും ഡാഡി എന്നൊക്കെ വിളിച്ച് അവനെ കെട്ടിപ്പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെ കിടന്നുറങ്ങുക, അവന്റെ മെത്തയിൽ കിടന്നുറങ്ങുക, അവന്റെ കൂടെ ഇരുന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവന്റെ വസ്ത്രങ്ങൾ അവൻ അണിയുക. ആരാ? ഇവന്റെ കൂട്ടത്തിലുള്ളവൻ 30 ലക്ഷം പേര് പാളയത്തിനകത്ത്, അടിമനുഖത്തിനകത്തായി, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വെള്ളമില്ല, മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് 4-ാം തലമുറ വരെ കിടന്നപ്പോൾ ഇവിടെ അതിനകത്ത് നിന്ന് ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടപ്പോൾ ആ ഒരുവനെ ശത്രുവിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് അവന് ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവനെ വളർത്തുന്നത് എന്തിനാ? ഇവനെ കൊല്ലാൻ. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവത്തിന്റെ പരിപാടി. ആരാ കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചത്? ഫറവോൻ. പക്ഷേ ഫറവോനെ കൊല്ലാൻ വേണ്ടി ഫറവോന്റെ കയ്യിൽ നിന്നുള്ള പണം തന്നെ വാങ്ങിച്ച് തിന്നോണ്ടിരിക്കാര്? മോശെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശത്രു തന്നെ നിന്നെ പോറ്റുന്ന സമയം വരാൻ പോവുക. നിന്റെ ശത്രു തന്നെ നിന്നെ പോറ്റും. ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. നിന്റെ ശത്രുവിന്റെ ബാങ്കിലിരിക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പണം നിന്റെ കയ്യിൽ വരാൻ നിമിഷ നേരം മതി. നിന്റെ ശത്രു ഒരു നാളും തരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പ്രോപ്പർട്ടി നാളെ രാവിലെ എഴുന്നേറ്റ് അവൻ പറയും ഞാൻ നിനക്ക് തരാം. നിന്റെ ശത്രു ഒരിക്കലും പ്രമാണം ചെയ്ത് തരത്തില്ലെന്ന് പറയുന്നത്, നിന്റെ ശത്രു ഒരിക്കലും ഈ വഴി ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, കഴിഞ്ഞ 6-7 വർഷമായി വഴിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തി ഇതിനകത്തിരിക്കുക. നിന്റെ ഭവനത്തിലോട്ട് പോകാൻ വഴി തരത്തില്ലെന്ന് പറയുന്നവനെ കൊണ്ട് ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, അവൻ തന്നെ നിനക്ക് വഴി തരാൻ പോവുക. നിനക്ക് വിരോധമായി വർഷങ്ങളായി കേസ് പറയുന്നവൻ നാളെ എഴുന്നേറ്റ് പറയുക, നിനക്ക് വിരോധമായി കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ പോരാടുന്ന ഈ കേസിനെ ഞാൻ പിൻവലിക്കാൻ പോവുകയാണ്. കർത്താവ് അത് ചെയ്യാൻ പോവുക. നിന്റെ ശത്രുവിന്റെ വായ് നിനക്ക് അനുകൂലമായി തുറക്കാൻ പോകുന്നു.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വഴികളൊക്കെ തുറക്കാൻ പോവുക കേട്ടോ. ചില വഴികളെല്ലാം തുറക്കാൻ പോവുക. ചില വഴികളെല്ലാം തുറക്കപ്പെടാൻ പോവുക. അസാധ്യമായ ചില ഡോറുകൾ ഓപ്പൺ ആക്കാൻ പോകുന്നു. നിനക്ക് വിരോധമായിരിക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ എൻ്റെ ദൈവം മേശ ഒരുക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഒരു വലിയ മേശ ഒരുക്കപ്പെടട്ടെ. ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധന്മാർ പറയുകയാണ്. ചിലതൊക്കെ എത്ര വർഷങ്ങളായി ഫൈറ്റിങ്ങിലാണ്, എത്രയോ വർഷങ്ങളായി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്രയോ വർഷങ്ങളായിട്ട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു, പലതിനും മറുപടി ഇല്ലാതിരിക്കുന്നു, പല കാര്യങ്ങളിലും അവർ വിട്ടുതരുന്നില്ല, പിടിവാശി പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് അനുകൂലമാക്കാൻ പോവുകയാണ്. നിനക്ക് അനുകൂലമാക്കാൻ പോവുകയാണ്. നിനക്ക് പ്രതികൂലമായിരിക്കുന്ന പല വിഷയങ്ങളും ഇന്ന് പകല് ആത്മാവ് അതിനെ അനുകൂലമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ മനുഷ്യനാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ഈ പെട്ടെന്നുള്ള പ്രതികരണം വളരെ ആപത്താണ്. എല്ലായിടത്തിലേക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രതികരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കാര്യവും എപ്പോഴും നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. പ്രതികരിക്കരുത്. പിന്നെ എന്ത് ചെയ്യും? 10-40 വർഷം ബന്ധനസ്ഥരായി പോകും. ഈ പലരും ബന്ധിക്കപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാം. പെട്ടെന്നുള്ള കോപത്തിൽ പ്രതികരിക്കുന്ന വ്യക്തികളുടെ ലൈഫാണ് ഉള്ള റോയൽ ഫെസിലിറ്റി എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. പിന്നെ ഒരു 80 വർഷം കൂടെ 40 വർഷം കൂടെ അവിടെ ജീവിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 40 വർഷം അവിടെ ജീവിച്ചു. പെട്ടെന്ന് ഒരു ദിവസം അഹങ്കാരവും നികളവും കയറി പെട്ടെന്നൊരു പ്രതികരണം. അതോടുകൂടി 40 വർഷം മരുഭൂമിയിൽ. ഹല്ലേലൂയ. അപ്പൊ പെട്ടെന്ന് ചില പ്രതികരണങ്ങളാണ് നിന്റെ റോയൽ അനോയിന്റിങ് നഷ്ടപ്പെടാൻ കാരണം. നിന്റെ രാജകീയ അഭിഷേകം, ഇന്ന് നിന്റെ മേലിട്ടിരിക്കുന്ന ആ രാജകീയമായ അഭിഷേകങ്ങൾ, അനോയിന്റിങ്ങുകൾ നിന്നെ വിട്ടുമാറാൻ കാരണം നിന്റെ പെട്ടെന്നുള്ള ചില പ്രതികരണങ്ങളാണ്. പിന്നെ രാജാവിനെ പോലെ ജീവിച്ച മോശ ഒറ്റ ദിവസം പെട്ടെന്ന് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അടിച്ചു കൊല്ലണമെന്നത് ഒറ്റയടി അടിച്ചങ്ങ് കൊന്നു, പിടിച്ചങ്ങ് താത്തു. പ്രൈസ് ദി ലോർഡ്. ആരും കണ്ടില്ലെന്നാണ് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും കാണാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് നീ ചിന്തിക്കും. പക്ഷെ സകലരും അത് അറിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. മോശ പറഞ്ഞു, ഞാൻ അടിച്ചതും ആരും അറിഞ്ഞില്ല, കൊന്നതും ആരും അറിഞ്ഞില്ല, കുഴിച്ചിട്ടതും ആരും അറിഞ്ഞില്ല. പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ പാളയം മുഴുവൻ അതറിഞ്ഞു, രാജാവ് അതറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ഓടി ചെന്നപ്പോൾ അവിടെ ഇത്രോ എന്ന് പറയുന്ന പുരോഹിതന്റെ മിദ്യാന പുരോഹിതന്റെ മകള് ഒരു കിണറ്റിന്റെ കരയിൽ നിൽക്കുന്നു. പിന്നെ യാക്കോബിനെ പോലെയല്ല, കിണറ്റിന്റെ കരയിൽ നിന്ന് വെള്ളം കോരുന്ന ആ പെൺകുട്ടിയെ കണ്ടവരനെ അനുരാഗം തോന്നിയ ആളല്ല ഈ മോശ അവിടെ ചെന്നപ്പോൾ ഇടയന്മാരെല്ലാം കൂടെ ചേർന്ന് സിപ്പാറയും അവരെ കൂടെയുള്ളവരെയും പിന്നെ ഈ വെള്ളം കോരാൻ അനുവദിക്കാതെ കലഹമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യുന്നു? മോശയുടെ ക്രിമിനൽ മൈൻഡ് വീണ്ടും ഉണർന്നു. ഒരുത്തനെ അടിച്ചു കൊന്നിട്ട് വന്നതാ, എന്നിട്ട് മതിയായില്ല. ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. ആ പെൺകുട്ടിക്ക് വേണ്ടി ഇടയന്മാരുമായിട്ട് ഉടനെ ഒരു സ്റ്റെപ്പ് ഒരു 1.5 മണിക്കൂർ അവിടെ സംഘടന നടന്നു. എല്ലാവരും അടിച്ചോടിച്ചെന്നാണ് പറയുന്നത്. ഒരാളല്ല, ഒരു 7-8 പേരെയൊക്കെ അങ്ങ് അടിച്ചോടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടനെ തന്നെ സിപ്പാറയുടെ ഹൃദയത്തിൽ ഒരു ഹീറോ ഇമേജ് കിട്ടി മോശയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ അടി കൊലപാതകം ഓടേണ്ടി വന്നെങ്കിൽ രണ്ടാമത്തെ സംഘട്ടനം ഒരു വീട്ടിനകത്ത് കല്യാണം കഴിച്ച് കയറാനൊരു സാഹചര്യമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ചില വ്യക്തികളുണ്ട്, ഈ അടിപിടി പഠിച്ചവരും ക്രിമിനലായിട്ടുള്ളവരും. പിന്നെ ഞാനതാ ഈ കരാട്ടയും കളരിയും കുമ്പോന്നും നിങ്ങൾ പഠിക്കാൻ പോകരുത്. ഇങ്ങനെയുള്ളവരുടെ അകത്ത് ഇനി എങ്ങനെയാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. എൻ്റെ നേരെ കൈ ഉയർത്തി ഞാൻ കാണിച്ചു തരാം. എനിക്ക് തടുക്കാൻ അറിയാം, ചുവട് വയ്ക്കാൻ അറിയാം, എനിക്ക് ആ ചുവടറിയാം, ഈ ചുവടറിയാം, എനിക്ക് അത് അറിയാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പെട്ടെന്ന് ഈ പ്രതികരിക്കണമെന്ന് തോന്നും. ആരെങ്കിലും വന്ന് ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർക്ക് ഉടനെ ചുവട് വയ്ക്കാൻ തോന്നും. പ്രൈസ്. അവരെ ആരാധിക്കുന്നത് വരെ ചുവട് വെച്ച് ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, നീ ചുവട് വയ്ക്കരുതേ ദൈവം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അഭ്യാസമെല്ലാം നിർത്തിക്കൊള്ളണം. നിന്റെ രാജകീയ അഭിഷേകത്തിന് വൻ പടി വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നികളവും അഹങ്കാരവും നിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ ക്രിമിനൽ മൈൻഡുകളും ഞാൻ എന്തോ ആണെന്നുള്ള ഭാവവും എല്ലാം ഇന്ന് പകൽ നീ പൊട്ടിച്ചാൽ മാത്രം. അങ്ങനെ പൊട്ടിക്കാത്തത് കൊണ്ടാണ് പലരും
ഒരു നയാ പൈസ കയ്യിലില്ലാതെ തെണ്ടേണ്ട ഗതികേട് നിനക്ക് വരുന്നത് നിന്റെ അകത്ത് കിടക്കുന്ന പലതും ഇന്ന് പൊട്ടിയിട്ടില്ല. ഇന്ന് പകൽ അത് പൊട്ടണം. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ ജീവിതത്തിൽ പ്രതികൂലം വരാൻ കാരണം, നിന്റെ ലൈഫിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നിന്നെ ആഞ്ഞടിക്കാൻ കാരണം ഇപ്പോഴും ജഡം പൊട്ടിയിട്ടില്ല. അകത്ത് കിടക്കുന്ന ജഡം പൊട്ടിയിട്ടില്ല. അകത്ത് കിടക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ പൊട്ടിയാൽ പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നിന്റെ മരുഭൂമിയുടെ അവസ്ഥ നിനക്കുണ്ടാകത്തില്ല. നീ അനുഭവിക്കേണ്ട രാജകീയ അഭിഷേകത്തിൽ തന്നെ നിലനിൽക്കേണ്ട നിന്റെ ജഡം കയറി പ്രതികരിച്ചപ്പോൾ നീ മരുഭൂമിക്കകത്തായതുപോലെ ഇന്ന് പകൽ ചിലരോട് ആത്മാവ് പറയുകയാണ്, ചിലർ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോഴും ജഡത്തിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ ഈ ദൈവത്തെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെന്നൊക്കെ പറയുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും പരിശുദ്ധാത്മാവ് പ്രാപിച്ച അന്യഭാഷ ഇതൊക്കെ എന്തിനാണ്? നമ്മളിവിടെ പോകണം, നമ്മൾ നിത്യതയിൽ പോകണം. മാത്രമല്ല ഇവിടെ നമ്മുടെ ജഡം പൊട്ടിയിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ കൊമ്പുകളായി മാറണം നിങ്ങൾ, എന്നിൽ വളരണം. പിശാചിന്റെ കൊമ്പുകളിലല്ല നീ വളരേണ്ടത്, പിശാചിലല്ല നീ വളരേണ്ടത്, പിശാചിന്റെ പ്രവർത്തികളല്ല നീ ചെയ്യേണ്ടത്. നീ ക്രിസ്തു എന്ന പിന്നെ ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പായി നീ മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെന്ത് ചെയ്യുന്ന പറയുന്നത്, നീ ഫലമുള്ള വൃക്ഷമായി മാറും. ഈ ഫലമുള്ളവന്റെ പ്രത്യേകത എന്താ? നമ്മളിങ്ങനെ പോകുമ്പോൾ 1-2 മാങ്ങ നിൽക്കുന്ന കൊമ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു വൃക്ഷത്തിനകത്ത് വളരെ കുറച്ച് ഫലമേ ഉള്ളൂ. ആ കുറച്ച് ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? പക്ഷെ ഫലം കൂടുമ്പോഴോ എന്ത് ചെയ്യും? കൊമ്പ് ചാഞ്ഞ് വരും. ഫലം കൂടുന്നതിനനുസരിച്ച് കൊമ്പ് ചാഞ്ഞ് നിലത്ത് വീഴും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്നറിയാം? നിന്റെ അകത്ത് ആ ദീർഘക്ഷമയും സ്നേഹവും സന്തോഷവും ഇതെല്ലാം കൂടി നിന്റെ പണ്ടത്തെ പ്രതികരണ സ്വഭാവം, നിന്റെ അകത്ത് കിടക്കുന്ന വിഷ സ്വഭാവങ്ങൾ വെളി വരാതെ അതിന് പകരം നീ താണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പ്രതികരിക്കാതെ നീ നീ നിലത്തോളം താഴ്ന്ന ഒരു അനുഭവത്തിൽ വരണമെങ്കിൽ എൻ്റെ ദൈവം പറയാണ്, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളി പടരത്തക്ക നിലവാരങ്ങളിൽ നീ നല്ലൊരു കൊമ്പായി വെളിപ്പെടേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഇന്ന് പകല് ഫലം കായ്ക്കുകയുള്ളൂ. ഫലം കായ്ക്കുന്ന ക്രിസ്തീയ ജീവിതത്തിനെ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ കരങ്ങളെ ഒന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതമൊക്കെ നമ്മൾ പാടുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത, വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മളിൽ മരണം നടന്നുകൊണ്ടിരിക്കും. ജഡം മരിച്ചുകൊണ്ടേയിരിക്കും, ജഡ സ്വഭാവങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കും. അതിന് പകരം നമ്മുടെ ആത്മീക സ്വഭാവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും കയ്യടിയും ഇതെല്ലാം വെറുതെയാണ്. അത് വെറുതെ ആകാൻ അനുവദിക്കരുത്. ജാതികൾ നമ്മളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികൾ അടിയട്ടെ, ആ ജഡം താഴട്ടെ, ക്രിസ്തു നിന്നിൽ വളരട്ടെ. ഞാനോ കുറയണം, ദൈവമോ എന്നിൽ വളരണം എന്നാഗ്രഹിക്കുന്നവർ അത് വാ തുറന്ന് പറഞ്ഞാട്ടെ. ഞാനോ കുറയണം, യേശു കർത്താവിനിൽ വളരണം. ഞാനോ കുറയണം, കർത്താവിനിൽ വളരണം. ഹല്ലേലൂയ. കർത്താവ് നിന്നിൽ വളർന്നു കഴിഞ്ഞാൽ നീ ഫലം കായ്ക്കുന്നവനായി മാറും. നിന്നെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. നീ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷം പോലെ ആകും. നീ തക്ക കാലത്ത് ഫലം കായ്ക്കും. നീ വർഷങ്ങൾ കഴിഞ്ഞല്ല ഫലം കായ്ക്കുന്നത്. നീ ക്രിസ്തുവിലാണെങ്കിൽ, വചനം ധ്യാനിക്കുന്നവനാണെങ്കിൽ, നീ നല്ല വൃക്ഷമാണെങ്കിൽ ഇന്ന് ഫലം കായ്ക്കും. ഇപ്പോൾ ഫലം കായ്ക്കും. തക്ക സമയത്ത് ഫലം കായ്ക്കും. അതിനെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്ക്, ഫസ്റ്റ് സംഘട്ടനം എവിടെ എത്തിച്ചു? മരുഭൂമിയിൽ എത്തിച്ചു.
ഒരുത്തനെ അടിച്ചു കൊന്നിട്ട് നേരെ മരുഭൂമി പോകും. വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കാര്യമുണ്ടോ സഹോദര? അടുത്ത് എല്ലാവരും ചോദിക്കും വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതൊരു സംഘട്ടനം. കരുതിയത് പെണ്ണുകെട്ടി എന്നുള്ളത് മാത്രമേ ഉപയോഗമുള്ളൂ. അതിൽ 40 വർഷം ഈ ഭാര്യയുടെയും അമ്മാവിൻ്റെ വായിലിരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് അവിടെ കിടന്നു. വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞ് കൈയും കാലും വലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് യേശുമായിട്ട് കണക്ഷൻ ആണെങ്കിൽ നീ ആരും ഉപദ്രവിക്കാൻ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ നീ അടി കൊണ്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൈയും കെട്ടി നിന്ന് കൊടുക്കും. അവൻ എന്ത് ചെയ്യും? പ്രൈസ് ദൈവം കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ അടിച്ചാൽ അവനും തരും 2 എണ്ണം. 2 പേർക്കും 20 കിട്ടും. പക്ഷെ ദൈവം അടിച്ചാൽ പ്രൈസ് ദി ലോർഡ് വേറെ അടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പെട്ടെന്നുള്ള നിന്റെ പ്രതികരണമൊക്കെ ഇന്ന് ഈ 2024 ജൂൺ മാസം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. കാരണം ഇത് പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു സീസൺ. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അടുക്കുമ്പോഴാണ് നിന്നെ പിശാചി ഇളക്കുന്നത്. നിന്നോടുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണ സീസൺ അടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ പിശാചി ഇളകി വന്ന് നിന്നെ ജഡത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ അതിനു വേണ്ടി താണു കൊടുക്കരുത്. അതിന് നീ വീണു കൊടുക്കരുത്. നീ പിശാചിന്റെ കയ്യിൽ വീഴേണ്ടവനല്ല, നീ ദൈവത്തിന്റെ കയ്യിൽ വീഴേണ്ടവനാണ്. നീ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് ആ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുമ്പോൾ ഈ വർഷം ഈ മാസം തന്നെ നിന്റെ ലൈഫിൽ ഒരു അത്ഭുതത്തെ നീ കാണാൻ പോയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു 40 പിന്നെ അടുത്തൊരു 40. പ്രൈസ് ദി ലോർഡ്. ഈ 40 വർഷം ആകെ ഉണ്ടായിരുന്ന ഒരു ഉണക്കവടി അല്ലേ? ആകെ ഉണ്ടായിരുന്നത് ഒരു ഉണക്കവടി. വടി അങ്ങറ്റം പറ്റി, കുത്തി നടന്ന് അത് തേഞ്ഞ് ഒരു പരിവായി. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങി അങ്ങറ്റം പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒന്ന് ഈ വീട്ടിൽ സംസാരിക്കാൻ പുള്ളിക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല, അതുകൊണ്ട് വിക്കരുമായി. പ്രൈസ് ദി ലോർഡ്. 40 വർഷമൊക്കെ മിണ്ടാതിരുന്ന പിന്നെ വിക്കനാകും. കാരണം എന്താ ചുമ്മാ കൈയും വെച്ചുകൊണ്ടിരുന്നാൽ പോരെ, ചുമ്മാ വെറുതെ എന്തിനാ നിന്റെ അഭ്യാസം അവിടെ കാണിച്ച് ഇവളെ കെട്ടാൻ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം വിലയില്ലാതായി. ഒരു വിലയില്ല വീട്ടില്. ഭാര്യയുടെ മുമ്പിൽ ഒരു വിലയില്ല. പ്രൈസ് ദി ലോർഡ്. ഭർത്താവായ മോശ വീരനും ശൂരനും സംഘട്ടന വീരനുമാണ്. പക്ഷെ ഭാര്യ കണ്ടാ കിടുകിട പറയ്ക്കും. നാട്ടുകാരെ വിറപ്പിക്കാം, പക്ഷെ ഭാര്യ മക്കളും അനുസരിക്കില്ല. ഭാര്യയും മക്കളും എല്ലാ ദിവസവും താൻ ചുമ്മാതിരിക്കടോ, തൻ്റെ ഒരു പ്രാർത്ഥന, തൻ്റെ അന്യഭാഷ, താൻ ദൈവത്തെ കണ്ടു, താൻ മാത്രം സുന്ദരൻ. ഞാൻ ജനിച്ചപ്പോൾ ഭയങ്കര സുന്ദരനായിരുന്നു എന്ന് പറഞ്ഞു മോശ. ഇപ്പോൾ ഇരിക്കുന്ന കറുത്ത് കരുവാളിച്ച് അങ്ങ് അറ്റം പറ്റി ഉണങ്ങി സോഡാക്കുപ്പി പോലെ ഇരിക്കുക. എവിടെ കവിള്. പ്രൈസ് ദി ലോർഡ്. ഞാൻ രാജകൊട്ടാരത്തിലാണ് ജീവിച്ചത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 ഡംബൽസ് എടുത്ത് ഞാൻ അടിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ മസിലൊക്കെ നീ കാണണമായിരുന്നു, പൂച്ചക്കുട്ടി പോലെ ഇരിക്കുമായിരുന്നു. ഇപ്പം എവിടെ മസിൽ? ഒന്നുമില്ല, ഉണങ്ങി വരണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം പോയി. പ്രൈസ്. മോശ എന്ത് വാക്ക് നാക്കെടുത്ത്. ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് 1-2 വർഷം വരെ സിപ്പാറയൊക്കെ കേട്ടു, അമ്മാവരും കേട്ടു. 2 വർഷം കഴിഞ്ഞ് പിള്ളേരായതിനു ശേഷം അടുക്കളയിൽ നിന്ന് സിപ്പാറ പറയും, എടാ മക്കളെ അങ്ങേര് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങേര് പറയണമെന്നും കേൾക്കേണ്ട കാര്യം നിനക്കില്ല. പ്രൈസ് ദി ലോർഡ്. അയാളോട് ചോദിക്കും, എന്തെങ്കിലും ചെലവിന് തരാനുള്ള കഴിവുണ്ടോന്നോ? ഒന്നുമില്ല. പിന്നെ മിണ്ടാതിരിക്കാൻ പറയുന്നു. ഇതെന്റെ ആട്, എൻ്റെ വീട്, ഇതെല്ലാം എനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇയാൾ വരുത്തനാണ്, വരുത്തൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്യാനില്ല, മിണ്ടാതെ നടക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആകെ അധികാരമുള്ളത് അയാൾ അവിടെ വന്നതിന് ശേഷം ആടിനെ വെട്ടാൻ വേണ്ടി, ആടിനെ അടിക്കാൻ വേണ്ടി വെട്ടി ഒരു കമ്പിന്റെ മേലെ അധികാരമുള്ളൂ പുള്ളി. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നുമില്ല. ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും ഇവർ കൊടുത്തതാ. ഒരു വഴിയില്ല. ഇപ്പൊ വിക്കുമായി, ഒരു ഗതിയില്ല, പരഗതിയായിരിക്കുക. ചുമ്മാ ഇരുന്ന് ഇവിടെ ശോഭിക്കാതിരുന്ന പോരെ. ഈ മുൻകോപം എന്ന് പറയുന്നതാണ് വലിയ വിഷയം. എനിക്കും ആ വിഷയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്നാണ് നമ്മൾ ദേഷ്യം വരുന്നത്. പിന്നീട് വിചാരിക്കും വേണ്ടായിരുന്നു. പിന്നെ മോശയെ പോലെ ഒരു വിളി ഉള്ളതുകൊണ്ട് ദൈവം ഞാൻ തട്ടി എഴുതി കണ്ടുപോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
മോശയെ അദൃശ്യമായി കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് 40 വർഷം കൂടെ ജീവിച്ചിട്ട് മോശ ആരാണെന്ന് പിടികിട്ടിയില്ല. അതെല്ലാ ഭാര്യമാരും അങ്ങനെയാ. നാട്ടിലുള്ള എല്ലാവരെയും പിടികിട്ടും, കൂടെ കിടക്കുന്ന ആളിനെ പിടികിട്ടൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചേട്ടൻ നല്ലതാണ്, അവർ എന്തോ നല്ല സൗമ്യതയാണ്, എന്തോ നല്ല മനുഷ്യനാണ്, നോക്ക് മനുഷ്യ, അങ്ങേരെ നോക്ക്, അങ്ങേരെ പോലെ ജീവിക്കാൻ നോക്ക്. പക്ഷേ കൂടെ ഉള്ള വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയും കാണാൻ ഇവർക്ക് പറ്റത്തില്ല. പ്രൈസ്, അതെന്തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളെല്ലാം അങ്ങനെയാണ്, പുരുഷന്മാരും അങ്ങനെയാണ്, സ്ത്രീകളും അങ്ങനെയാണ്, എല്ലാം അക്കരപ്പച്ച കാണുന്നവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും പറഞ്ഞിട്ട് ഒന്നും പറയണ്ട, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിക്കേണ്ട നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ പിള്ളേർക്കും പറ്റത്തില്ല, മക്കൾക്കും പറ്റത്തില്ല, ഭാര്യയ്ക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും മനസ്സിലാകാത്ത ഒരു വിളിയാണ് നിന്റെ അകത്ത് കിടക്കുന്നത്. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, പിന്നെ നിന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. നിന്നെ ഒരു അഭിഷിക്തനായി നിന്നെ കൊണ്ട് നിർത്താൻ ദൈവം ചില രാജ്യങ്ങളിൽ, ദ്വീപുകളിൽ നിനക്ക് വേണ്ടി മാത്രം ചില കൂട്ടം ജനത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പറയുന്ന ഒരു വേടാണ്, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും മാനിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പകൽ കർത്താവ് പറയുക. നിന്റെ ഈ ഭൂമിയിലുള്ള ഒരുത്തനും നിന്നെ മാനിക്കാനും പോണില്ല, ഒരുത്തരും നിന്നെ അംഗീകരിക്കാനും പോണില്ല, ഒരാളും നിന്നെ ബഹുമാനിക്കാനും പോണില്ല, ഒരാളും നിന്നെ സ്നേഹിക്കാനും പോണില്ല. അത് വിചാരിച്ച് നീ നടക്കണ്ട. ഇത് നടക്കുന്ന പരിപാടിയല്ല. ആകെ നിന്നെ അറിയുന്ന ഒരുവനേ ഉള്ളൂ, അത് നമസ്കാരം യേശു മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. 3.5 വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന് പ്രൈസ്, രാവിലെ പിന്നെ ഉച്ചയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കൊടുത്ത് 3.5 വർഷക്കാലം ആരെ കൊണ്ട് നടന്നു? ശിഷ്യന്മാരെ. പത്രോസൊക്കെ തിന്നുന്ന തീറ്റ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് തിന്നുന്ന കാര്യമുള്ളൂ. ശമരിയക്കാരിയോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉച്ചയായി വല്ലതും കഴിക്കണ്ടെന്നാ ചോദിച്ചത്. മനസ്സിലായോ? അത്രയ്ക്ക് ഒരു വെളിവുമില്ല, വെളിപ്പാടും ഇല്ലാത്തവരെയാണ് കൊണ്ട് നടന്ന യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് വയറ് 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 എന്നുള്ളൊരു ചിന്തയല്ലാതെ ഈ 3.5 വർഷവും കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഒരു വേറെ ചിന്തയില്ല. കാരണം 5000 പേർക്ക് 5 അപ്പം 2 മീനും കൊണ്ട് ആ ഇത് ഫുഡ് കൊടുത്തതോടുകൂടി കൂടുതൽ ആൾക്കാർ കയറി. വലിയ മെഗാ ചർച്ച് പോലെ യേശു എവിടെ പോയാലും ജനം. നമ്മൾ വായിക്കും പുരുഷാരം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏത് പുരുഷാരം? ഫുഡ് അടിക്കാൻ വേണ്ടിയുള്ള പുരുഷാരം. ഒള്ളി അവരുടെ ചിന്ത എന്തെങ്കിലും കിട്ടും, ഇന്ന് കൂടെ പോയി കഴിഞ്ഞാൽ വയറ് എന്ത് ചെയ്യാം, കഴിക്കാം. അന്നത്തെ സുഖിയും സുമാറ്റയായിരുന്നു യേശു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തില് പെട്ടെന്ന് വീട്ടിലൊന്നും വെക്കാതെ പുള്ളിയുടെ കൂടെ 2.5 മണിക്കൂർ പുള്ളി എന്തെങ്കിലും പറയാൻ വായി തുറന്നിരുന്നാൽ പോകാൻ നേരത്ത് വല്ലതും കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായിരുന്നു യേശു. കർത്താവ് വിചാരിച്ചു, ഓ എന്റെ ജനം. കർത്താവ് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, കണ്ണുനീർ വാർക്കുന്നു, എല്ലാം വാർത്ത. അവസാനം ക്രൂശിക്കാൻ സമയം പറഞ്ഞ എല്ലാവരും ഈ കണ്ണുനീർ വാർത്ത വീടുകളും കുടുംബങ്ങളും അപ്പം തിന്നവനെയൊക്കെ നോക്കി ആരെങ്കിലും എന്നയ്ക്ക് വേണ്ടി ഒന്ന് ബാധിക്കുമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് കല്ലെറിഞ്ഞ് പെട്ടെന്ന് കൊല്ലാൻ പറഞ്ഞു. അടുത്ത ആളിനെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായിരുന്നാലും പുള്ളിയെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ബോഡി മുഴുവനും തകർന്നു. ഇനി വീട്ടിലെങ്ങാനും കൊണ്ടുപോയി തിരിച്ചു കിട്ടിയാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് എടുക്കണതിന് ലക്ഷങ്ങളാവും, ഇൻഷുറൻസും കിട്ടൂല. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ പെട്ടെന്ന് അങ്ങ് കൊല്ലാനാ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദര, നിന്റെ വീട്ടിലുള്ളവരെയും നിന്റെ അടുത്തിൽ ഇരിക്കുന്നവനെയും നിന്റെ കൂട്ടു സഹോദരനെയും കൂടെ നടക്കുന്നവനെയും വിശ്വസിച്ചാൽ നിന്റെ കാര്യം പോക്കാ. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ അകത്തിരിക്കുന്നത് ഒരുത്തനും നിന്റെ കൂടെ കാണത്തില്ല, ഒരാളും നിന്റെ കൂടെ കാണത്തില്ല. എല്ലാവരുടെ കയ്യിലും രാവിലെ വരുമ്പോഴേ റോഡിൽ ഇറങ്ങി ഒരു കല്ലും എടുത്തോണ്ടാ വരുന്ന ആരാധനയ്ക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും ആരാധിക്കുന്നതിന് കാരണം എന്താ? 2 കയ്യിലും 2 കല്ലുള്ളവരാ. കൈ കെട്ടിയിരിക്കുന്ന ആൾക്കാരെ കെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധിക്കാൻ വരുമ്പോൾ കൈ കെട്ടിയിരിക്കുന്ന എല്ലാത്തിന്റെ കയ്യിലും ഉണ്ട് ഓരോ കല്ല്. പ്രൈസ് ദി ലോർഡ്. നേരെ ചൊവ്വേ കയ്യിൽ ആരാധന വെളിപ്പെടുന്നവന്റെ കയ്യിൽ കല്ലില്ല. പക്ഷേ ഈ കൈകെട്ടി ആരാധനയ്ക്ക് വന്നിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ശ്രദ്ധിച്ചോളണം, അവന്റെ കയ്യിൽ 2 കയ്യിലും കൊണ്ട് കല്ല്. കാരണം ഇത് ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലര് വരുന്നത് ജനിക്കുന്നതേ കല്ല് എടുത്തോണ്ട, കണ്ടവനെ എറിയാൻ, കൊല്ലാൻ. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ അങ്ങനെ ഒരു കൂട്ടം ആയിരിക്കരുത് നീ വ്യത്യസ്തമായൊരു കൂട്ടമാണ്. നീ കല്ലെറിയാൻ വിളിക്കപ്പെട്ട ജനമല്ല. നീ കല്ലുകൾ എറിയുന്നവനെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ട ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു പ്രയോജനമില്ല ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ലൈഫ് മോശം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം 40 അടുത്ത 80ാമത്തെ വർഷമായപ്പോൾ ഒരിക്കലും ഇറങ്ങി വരാത്തൊരു സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നിട്ട് മോശയെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുകയാണ്. മോശേ അടുത്തവാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂടെ നീ ഇട്ടോണ്ട് വന്ന ചെരുപ്പങ്ങ് ഊരിയിടാൻ മോശയോട് ദൈവം പറയുകയാണ്. പഴയത് ഇന്ന് വരെ കഴിഞ്ഞ നാള് വരെയുള്ള നിന്റെ ജീവിതത്തിലെ പഴകിയ അവസ്ഥകളെ ഇന്ന് പകൽക്കാലം നീ ഊരി മാറ്റ്. ഇതാ ഞാൻ പുതിയതൊന്ന് തരാൻ പോവുകയാണ്. ഓ, പഴയത് കഴിഞ്ഞു പോയി, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയതൊന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് നെയിം. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ജീവിതകാലത്തിൽ നിന്റെ കയ്യിൽ നിനക്ക് അവകാശം അധികാരമായ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വടിയാണ്. ആ വടി ഒരു പ്രയോജനമില്ലെന്നാ നീ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രയോജനമില്ലാത്ത ഈ വടിയെ നീ താഴെ ഇടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ വിചാരിച്ച് എന്തിനാ താഴെ ഇടാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രയോജനമില്ല, ഈ വടിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ താഴെ ഇടാൻ പറഞ്ഞു. പ്രൈസ്. താഴെ ഇട്ടപ്പോൾ അതൊരു സർപ്പമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഇന്ന് വരെ കഴിഞ്ഞ നാൾ വരെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ നീരിട്ടാൽ അത് തിരിച്ചു വരുന്നത് പ്രയോജനമുള്ളതായിരിക്കും. നിന്റെ മകൻ, തലമുറ, നിന്റെ ഭർത്താവ്, ഭാര്യ, നിന്റെ ബിസിനസ് ഏതാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നീ ഇട്ടുകൊടുത്താൽ, നീ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. ഇന്ന് പകൽ നീ ഇട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ രൂപം മാറ്റാൻ ദൈവം ശക്തനാണ്. അതിന്റെ ഭാവം മാറ്റാൻ ദൈവം ശക്തനാണ്. അതിന്റെ സ്ഥിതി മാറ്റാൻ ദൈവം ശക്തനാണ്. കർത്താവ് പറയുകയാണ്, ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ദൈവം ഇതാ നിന്നെ ഒരുക്കാൻ പോവുകയാണ്. നീ എവിടെ നിന്ന് ഓടി വന്നോ അവിടേക്ക് മടങ്ങിപ്പോകാൻ, നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ഉയർത്താൻ. ദൈവം എന്തിനാ ഇപ്പൊ ഒരുക്കുന്നത്? ദൈവം ഒരുക്കുന്നത് എന്തിനാ? എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നീ തോറ്റോടിയോ, എവിടെ നീ ഭയപ്പെട്ട് ഓടിയോ, അതേ രാജ്യത്ത് നിന്നെ ഞാൻ മടക്കി അയക്കാൻ പോവുകയാണ്. പ്രൈസ്. നിന്റെ കയ്യിലിരിക്കുന്ന ഉപയോഗമില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങളെ ഞാൻ ഉപയോഗമുള്ളതാക്കി മാറ്റാൻ പോവുകയാണ്. അതൊരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു സ്റ്റേറ്റിന് വേണ്ടിയല്ല, ഒരു സിറ്റിക്ക് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടി. ദൈവം പറയുന്നു, ഒരു രാജ്യത്തിന് വേണ്ടി ചിലരെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നു. ദൈവം മോശയെ അഭിഷേകം ചെയ്തത് ഒരു സ്റ്റേറ്റിന് വേണ്ടിയല്ല, ഒരു സിറ്റിക്ക് വേണ്ടിയല്ല, ഒരു ജില്ലയ്ക്ക് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽ ആത്മാ പറയുന്നു, ഒരു രാജ്യം നിന്റെ മുമ്പിൽ മുഴങ്കാൽ മുടക്കാൻ പോയ. കർത്താവ് ചിലരെയൊക്കെ രാജ്യമാക്കി മാറ്റാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത്രയും വർഷത്തെ കഷ്ടത അനുഭവിച്ചെങ്കിലും, ഇത്രയും കണ്ണുനീരൊഴുക്കിയെങ്കിലും, ഇത്രയും വലിയ പ്രതികൂലത്തിലൂടെ കയറിപ്പോയെങ്കിൽ, നീ എത്ര പ്രാവശ്യം മോശ ചോദിച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് കഷ്ടതയും ഇത്രയ്ക്ക് വേദനയും ഇത്രയ്ക്ക് ഒറ്റപ്പെടലും ഇത്രയ്ക്ക് അപമാനവും ഇത്രയ്ക്ക് റിജക്ഷനും ഒക്കെ അനുഭവിക്കാൻ ദൈവമേ ഞാൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ഹാലെ. ദൈവം പറയുക, ഒരു ചെറിയൊരു ഏരിയ പിടിക്കാനുള്ളവനല്ല നീ, 30 ലക്ഷം പേരെ നടത്താൻ വിളിയുള്ളവനാ നീ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രതികൂലം വലുതാണെങ്കിൽ, നീ അനുഭവിക്കുന്ന കഷ്ടത വലുതാണെങ്കിൽ, നിന്റെ കണ്ണുനീര് വലുതാണെങ്കിൽ, നിന്റെ വേദനകൾ വലുതാണെങ്കിൽ, നിന്റെ ശത്രുക്കൾ വലുതാണെങ്കിൽ, ശത്രുക്കൾ വലുതാണെങ്കിൽ വലിയ വിജയം. നിനക്ക് ഒരു ശത്രു ഇല്ലെന്ന് ചില ആൾക്കാർ പറയും. അയ്യോ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ആരും ശത്രുക്കളില്ല. കാരണം എല്ലായിടത്തും ഞാൻ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ആർക്കും ഞാനൊരു ഇത് വരുത്തത്തില്ല. എല്ലാവരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി. ഈ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവനെ എന്ന് ദൈവത്തിന് ആവശ്യമില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനെ ദൈവത്തിന് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ശത്രുക്കളൊന്നുമില്ല, എനിക്കെതിരായിട്ട് ആരുമില്ല, എനിക്കൊരു വിഷയമില്ല, പ്രശ്നമില്ല, പ്രതികൂലമില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൃപ, എനിക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്.
അത് നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. ക്രിസ്തു ഉള്ളവൻ്റെ പ്രത്യേകത, വെളിയിൽ എത്ര വലിയ പ്രശ്നവും പ്രതികൂലം ഉണ്ടെങ്കിലും അകത്ത് സ്വസ്ഥത ഉണ്ടായിരിക്കും. അകത്ത് അവനൊരു വിഷയം കാണത്തില്ല, അവൻ എഴുന്നേറ്റ് വരും. നിന്റെ ശത്രുക്കളുടെ എണ്ണവും വലിപ്പവും വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം നിന്റെ അഭിഷേകം വലുതെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് എതിരാടാനുള്ളത് ഒരു വ്യക്തിയോടല്ല, മോശ എതിരിടാൻ പോകുന്ന രാജ്യത്തോടാ. ഒരു രാജ്യം മുഴുവനും മോശയ്ക്ക് എതിരാകാൻ പോവുക. ചെറിയ അഭിഷേകം കൊണ്ട് പോയാൽ പറ്റത്തില്ല, ഒരു ശബ്ദം കേട്ടുകൊണ്ട് പോയാൽ പറ്റത്തില്ല. മോശ തീ കാണണം, മോശ ദൈവത്തെ കാണണം, മഹത്വം കാണണം. ഈ മഹത്വം കാണുന്നവന്റെ പ്രത്യേകത, അവന് ഒരു ചെറിയ വിളിയല്ല, അവന്റെ വിളി ഇന്റർനാഷണൽ വിളിയാ. ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ടോ? നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ നിന്നോട് പറയുക, നീ സംശയിക്കണ്ട, നിന്റെ വിളി ഇന്റർനാഷണലാ. ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത ശത്രുതയാണോ നിനക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയുക, നിന്റെ വിളി വലുതാ. ഗ്രേറ്റർ കോളിംഗ്. ഗ്രേറ്റ് കോളിംഗ് ഉള്ളവന് ഗ്രേറ്റ് പ്രോബ്ലങ്ങൾ കാണാം. പക്ഷേ ഗ്രേറ്റ് പ്രോബ്ലങ്ങളെ ഗ്രേറ്റ് കോളിംഗ് ഉള്ളവന്റെ കൂടെയുള്ള ഗ്രേറ്റർ ദൈവം കൈകാര്യം ചെയ്യും. ഇന്ന് പകൽ നിനക്ക് വിരോധമായി രാജ്യം എഴുന്നേറ്റാൽ ആ രാജ്യത്തെ മുഴുവനും ചെങ്കടലിൽ മുക്കാൻ ശക്തനായ ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നോക്ക, ദൈവത്തെ കാണുന്നതിന് മുമ്പ് ശത്രുവിനെ ഒറ്റ ശത്രു ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ദൈവത്തെ കാണുന്നതിന് മുമ്പ് മോശയ്ക്ക് ഒരു ശത്രു, അവനെ മോശ തന്നെ കൈകാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തെ കണ്ടതിന് ശേഷം മോശയുടെ ശത്രു ഒന്നല്ല, ഒരു രാജ്യമാണ്. അവിടെ മോശയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവിടെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് നിന്റെ മേൽ ദൈവമായിട്ടൊരു ബന്ധം വന്ന്, നിന്റെ മേൽ ഒരു വിളി വന്ന്, നീ അഭിഷേകം നിന്റെ അകത്ത് വന്നാൽ, ഇനി എത്ര വലിയ ശത്രുവാണെങ്കിലും നിനക്ക് ഫൈറ്റിംഗ് ഇല്ല, നിനക്ക് അവരുമായിട്ട് ഒരു ഫൈറ്റിംഗും ഇല്ല. നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ശത്രുവിനെ മോശ ഹാൻഡിൽ ചെയ്തെങ്കിൽ, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മോശയുടെ ശത്രുവിനെ ഹാൻഡിൽ ചെയ്തത് മോശയല്ല, ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര വ്യത്യാസമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ പലരും പറയാറ്, ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അതായിരുന്നു, ഇതായിരുന്നു. അന്ന് നീയാ ഹാൻഡിൽ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോ നമ്മളല്ല നമ്മുടെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിനാണ് ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ ഈ വർഷിപ്പ് ചെയ്യുന്നത്. വർഷിപ്പ് ചെയ്യുമ്പോൾ തീ കയറിക്കൊണ്ടിരിക്കുക, അഭിഷേകം കയറിക്കൊണ്ടിരിക്കുക, കൈയടിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മഹത്വം അകത്തിറങ്ങിക്കൊണ്ടിരിക്കുക. നിന്നെ നടത്തുന്ന ജഡമല്ല, നിന്നെ നടത്തുന്ന വിളിയാണ്. നിന്റെ മേൽ കിടക്കുന്ന വിളി, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, അതാ നിന്നെ നടത്തുന്നത്. അഭിഷേകം ഉത്തരം പറയും, അഭിഷേകം ഉത്തരം പറയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അഭിഷേകം. അടുത്തൊരു കരം കൊടുത്ത് പറ, അഭിഷേകമാണ് നിനക്ക് ഉത്തരം പറയേണ്ടത്. നീ ഉത്തരം പറയാൻ നിൽക്കരുത്, നീ പ്രതികരിക്കാൻ നിൽക്കരുത്, നീ പ്രതികരിക്കരുത്. നീ പ്രതികരിച്ചാൽ അതിന് അല്പസമയം ആയുസേ ഉള്ളൂ. നിന്റെ അഭിഷേകം നിന്റെ ശത്രുക്കൾക്ക് ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. നിന്റെ അഭിഷേകം നിന്റെ ശത്രുക്കൾക്ക് ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ അടികൂടാനല്ല പോയത്. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ദണ്ഡ, ആ ദണ്ഡയും കൊണ്ട് ഫറവോനെ അടിക്കാനല്ല പോയത്. അത് തറയിലിട്ട് കഴിഞ്ഞാൽ പാമ്പാകും. ഈ പാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ആ രാജ്യത്തിലെ സകല മന്ത്രവാദികളുടെയും പാമ്പിനെ ഈ പാമ്പ് വിഴുങ്ങാൻ പോവുക. നിന്റെ കയ്യിലിരിക്കുന്ന നിന്റെ അഭിഷേകം, നിനക്ക് വിരോധമായിരിക്കുന്ന സകല മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ വിഴുങ്ങുന്ന ഒരു അഭിഷേകം. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് പകൽ മിണ്ടാതിരിക്കരുത്. ബന്ധനങ്ങൾ അടിയട്ടെ, അഭിഷേകം ഉത്തരം പറയട്ടെ, ആരാധന ഉത്തരം പറയട്ടെ, അഭിഷേകം ഉത്തരം പറയട്ടെ, ആരാധന ഉത്തരം പറയട്ടെ. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം ഉത്തരം പറയാൻ പോയ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ഈ ആരാധിക്കുന്നവന് ഉത്തരം പറയുന്നത് മനുഷ്യനല്ല, ആരാധിക്കുന്നവന് ഉത്തരം പറയുന്നത് ദൈവമാണ്.
ആരാധിക്കുന്നവനെ തീക്കകത്തിട്ടപ്പോൾ ഇടാനാ പറഞ്ഞത്. ഇടാൻ വേണ്ടി വന്നവനെ ശപിച്ചില്ല, പിറുപിറുത്തില്ല, വിളിച്ചില്ല, ഓടിയില്ല. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞു പെട്ടെന്നെടുത്തെറി. ആരാധിക്കുന്നവന് ഉത്തരം പറയുന്ന നാലാമനായി ഇറങ്ങി വരുന്ന ഒരുവൻ എന്റെ അകത്തുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്നത് നീ കണ്ടിട്ടുള്ളൂ, എന്നാൽ തീ കൊണ്ട് ഉത്തരവരുളുന്നൊരു ദൈവമുണ്ടെന്ന് അറിയാം. ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്തുണ്ടായാൽ അതിന്റെ അർത്ഥം തീ കൊണ്ട് ഉത്തരമരുളുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആ പ്രതികൂലം വന്നതുകൊണ്ടല്ലേ തീക്കകത്ത് ദൈവം ഇറങ്ങിയത്. മിണ്ടാതിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ നാലാമനായി ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുമോ? ബൈബിളിനകത്ത് ഇങ്ങനെ ചരിത്രം ഉണ്ടാകുമോ? ബൈബിളിനകത്ത് ഈ ചരിത്രങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ? മിണ്ടാതെ നടന്നവന്റെ മേൽ അഭിഷേകം വന്നു, അതോടുകൂടി അവന്റെ ചരിത്രം മാറി. പിന്നെ അവന് ശത്രുക്കളായി. പിന്നെ അത് കൈകാര്യം ചെയ്യാൻ ദൈവം ഇറങ്ങി വന്നു. ഇതാണ് ബൈബിൾ. മനസ്സിലായോ? ബൈബിൾ ഒറ്റ വാക്കി പറഞ്ഞാൽ മിണ്ടാതെ കാട്ടിനകത്ത് കിടന്നവനും മിണ്ടാതെ പൊട്ടക്കിണറ്റി കിടന്നവനും മിണ്ടാതെ അവിടെയൊക്കെ കിടന്നവനെയൊക്കെ ദൈവം അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം വന്നതും ശത്രുക്കൾ എഴുന്നേറ്റു. ശത്രുക്കൾ എഴുന്നേറ്റപ്പോൾ അഭിഷേകം ചെയ്ത ഉത്തരവാദിയായ കർത്താവ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഇത് ഞാൻ വിളിച്ചവനാ, ഇത് ഞാൻ തെരഞ്ഞെടുത്തവനാ, എന്നെ ആരാധിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാൾ വരെ അവന്റെ വിഷയം അവനാ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ ഇനി ഞാനാ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മുദ്രയടിക്കപ്പെട്ടവനാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മുദ്രയടിക്കപ്പെട്ടവരാ. പരിശുദ്ധാത്മാവിനാൽ മുദ്രയടിക്കപ്പെട്ട എത്ര പേര് ഇതിനകത്തുണ്ട്? രാജപുരോഹിതമായ ദൈവജനം എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മുദ്രയടിക്കപ്പെട്ടവനാ. യേശുവിന്റെ രക്തത്താൽ മുദ്രയടിക്കപ്പെട്ട ജനമാ നീ. കർത്താവിന്റെ ആത്മാവിനാൽ മുദ്രയടിക്കപ്പെട്ടവനാ നീ. നീ മുദ്രയടിക്കപ്പെട്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഉത്തരം പറയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. എത്ര ഒരു ധൈര്യമുണ്ട്. ഒന്ന് അടുത്തിരിക്കുന്ന രണ്ടു പേരോട് പറഞ്ഞാട്ടെ, എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് പറ. നിന്റെ ഭർത്താവല്ല, നിന്റെ സഹോദരനല്ല, നിന്റെ മക്കളല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇറങ്ങുന്നത് ഗുണ്ടകളല്ല, റൗഡികളല്ല, കൗൺസിലറല്ല, മെമ്പറല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് കേട്ടോ. നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. നീ അനാഥയല്ല, നീ ആരുമില്ലാത്തവരല്ല, നീ ഏകയായ വ്യക്തിയല്ല. നിനക്ക് തോന്നും നീ ഏകനാണെന്ന്, നീ ഏകയാണെന്ന്. നീ മരുഭൂമിയിലായിരിക്കാം, എന്നാൽ ഇന്ന് നിനക്ക് സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസബേലിന്റെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് നെരിവിരി കൊണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് തകർന്ന് മഴ പെയ്യിപ്പിച്ച് ഒറ്റ വാക്കുകൊണ്ട് മഴ പെയ്യിപ്പിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെ അടച്ചവൻ, മഴയെ പെയ്യണ്ടെന്ന് പറഞ്ഞവൻ, പിന്നെ പെയ്യാൻ പറഞ്ഞപ്പോൾ മഴ അനുസരിച്ച് പെയ്തവൻ. പിന്നെ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പ് ഓടി ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിച്ചവൻ. ഹല്ലേലൂയ. എത്രയോ ആയിരക്കണക്കിന് പുരോഹിതന്മാരുടെ തല വെട്ടിയെടുത്തവൻ, ആകാശത്തുനിന്ന് തീ ഇറക്കിയവൻ. ഹല്ലേലൂയ. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ എഴുന്നേറ്റ് എന്തോ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ചൂരച്ചെടിയിൽ കിടക്കുക പറയുകയാണ്, ഞാൻ മരിച്ചാൽ മതി, മരിച്ചാൽ മതി, അയ്യോ ഞാൻ മരിക്കാൻ പോണോ, വിഷമെവിടെ, അരളിയുടെ കമ്പെവിടെ, അരളിയുടെ വേരെവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ കിട്ടും അരളി? ഇതൊക്കെ നോക്കി കാഞ്ഞിരം ഇതൊക്കെ നോക്കി നടക്കിയ, ഒന്നും കിട്ടിയില്ല, മരുഭൂമി ആയതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫസ്റ്റിൽ ഒരു വലിയ മഹത്വം ഇറങ്ങി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് പ്രാർത്ഥന വീരനായ ഏലിയാവ് എന്ന് പറഞ്ഞ സ്ഥൂലിച്ച മനുഷ്യൻ. പ്രൈസ്. ഇതാണ് ഒരു വിഷയം, ഈ സ്ത്രീയുടെ പ്രത്യേകത. ഹല്ലേലൂയ. പ്രൈസ്. നരസിംഹറാവു പോലും ചിരിക്കാത്തവനെ പോലും ചിരിപ്പിച്ചവനാണ് ഐശ്വര്യ റായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐശ്വര്യ റായി വന്ന് ചിരിച്ചതേ ഉള്ളൂ, അയാൾ അറിഞ്ഞേ. പിന്നെ വേറെ ആളുണ്ടല്ലോ ചിരിക്കാത്ത ഒരാള്, പ്രസിഡന്റ് ഒരു പ്രസിഡന്റ്, പുള്ളിയും ചിരിക്കത്തില്ലായിരുന്നു. മൻമോഹൻ സിംഗ്, പുള്ളിയും ചിരിക്കത്തേ ഇല്ല. പക്ഷെ ഐശ്വര്യരായി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏത് ചിരിക്കാത്തവനും ചിരിക്കും, കൈ കൊടുക്കാത്തവനും ഓടിച്ചെന്ന് കൈ കൊടുക്കും.
പുരുഷന്മാരാരെയും ചില ആൾക്കാരങ്ങനെയാണ്, ആണുങ്ങളെ കണ്ട മിണ്ടയില്ല, ചിരിക്കുകയില്ല, മുഖത്ത് നോക്കില്ല, കൈയും കൊടുക്കില്ല. പെണ്ണുങ്ങളെ കണ്ട പറഞ്ഞേ പ്രൈസല്ലോ. നമ്മുടെ നെടുമങ്ങാട് ആലയത്തിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ വെളിയിൽ വന്ന് നിൽക്കും. കാരണം ബസ് സ്റ്റോപ്പ് മുതൽ ആലയത്തിലൊന്ന് കസേര ഇരിക്കുന്നവരെ 2 കണ്ണുകൾ സ്പ്രിങ് പോലെ പുറകെ വരും. ചിലരെ കൊണ്ടുവന്ന് ആനയെ ചിരുത്തുന്നത് അവരാ. അവർ വെളിയിലാണ് നിൽക്കുന്നത്, 2 കണ്ണ് പക്ഷേ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചപ്പോൾ ശക്തനായ പ്രവാചകൻ പറയുകയാണ് മരിക്കണോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ സെക്കൻഡ് ടച്ച് വെളിപ്പെട്ടത്. ഇന്ന് പകൽ ആത്മാ പറയുക, നിരാശയിൽ തകർന്നിരിക്കുന്ന നിന്നെ ഒരു സെക്കൻഡ് ടച്ചിലൂടെ, പ്രൈസ് ദി ലോർഡ്, നിരാശ, ഭാരം, മരിച്ചാ മതി, ശുശ്രൂഷ മതി, ഇവിടെ തീർന്നു, എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുന്ന നിന്നെ നോക്കി ആത്മാ പറയുന്നു, നീ ഇരിക്കുന്ന കസേരയിൽ ദൈവത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ നിന്നെ തൊട്ട് ഒരു സെക്കൻഡ് ടച്ചിലൂടെ എന്റെ ദൈവം നിന്നെ പുറത്തോട്ട് വരാൻ പോയ. ഹല്ലേലൂയ. അതാ പറയുന്നത്, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഫേവർ ഉള്ളവര് എവിടെ കിടന്നാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവരെ ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും. ആർക്കും അവരെ കൊല്ലാൻ പറ്റത്തില്ല, ഒരു ഇസബേലിനും കൊല്ലാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. സെക്കൻഡ് ടച്ച് പ്രാപിച്ച ഏലിയാവ് മടങ്ങി വന്നിട്ട് പറയുകയാണ്, ആദ്യമേ പേടിച്ചോടി കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് കൊന്നില്ല. അവർ പറഞ്ഞതേ ഉള്ളൂ, കൊന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. അഭിഷേകത്തെ എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം. പ്രൈസ് ദി ലോർഡ്. നാട് വിട്ട് ഓടിക്കളഞ്ഞു. പക്ഷേ അഭിഷേകം വന്നപ്പോൾ പുള്ളി ലെവൽ മാറി. ഇതാണ് ചില ആൾക്കാരുണ്ട്, ഈ വെളിയിൽ ഇറങ്ങുമ്പോൾ അഭിഷേകം ഇതിന്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ആകെപ്പാടെ ഒരു പേടിയും പറയലും ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റേജിൽ കയറി കഴിഞ്ഞ സ്വഭാവം മാറും. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയപ്പോൾ ഏലിയാവ് മൈക്കെടുത്ത് വെളിയിൽ വന്നു. അങ്ങോട്ട് ഓടിപ്പോയ ഏലിയാവ് തിരിച്ച് കടം വാങ്ങിച്ചൊരു മൈക്കുമായി തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ആഹാബിനെ വിളിച്ച് ഇറങ്ങി വരാന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം അഭിഷേകം വ്യാപരിച്ചിരിക്കുക, ശക്തി കയറി ഇരിക്കുക. അവിടെ സെക്കൻഡ് ടച്ച് പ്രാപിച്ചിരിക്കുക. ആദ്യം ആഹാബും ആരും കാണാതെ ഒളിച്ച് ഓടി ചൂരച്ചെടി കിടന്നവനാ. ഇപ്പോ കടം വാങ്ങിച്ച മൈക്കുമായിട്ട് നേരെ വന്ന് ആഹാബിന്റെ കൊട്ടാരത്തിന് ഫ്രണ്ടിൽ നിന്ന് ഏലിയാവ് വിളിക്കുകയാണ്, ആരവിടെ? ഇറങ്ങി വാ ആഹാബെ, ഇറങ്ങി വാ, ഇസബേലെ ഇറങ്ങി വാടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്നോട് എനിക്ക് ദൂത് പറയാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആഹാബ് പേടിച്ച് വിറച്ച് വന്നിട്ട് പറഞ്ഞു, യജമാനെ എന്നൊന്നും ചെയ്യരുത്, ഞാൻ ഇതിന് നിരപരാധിയാണ്, ഞാൻ പേരിന് ഭർത്താവ് എന്നുള്ള ഒരു ലേബൽ ഉണ്ടെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിന്റെയും പുറകിൽ എവളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആഹാമാര് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഭാര്യ പറഞ്ഞാൽ ഏത് ചർച്ചും വിട്ട്, ചേട്ടാ വാ പിന്നെ ചേട്ടാ അവിടെ കിടാ, പായിട്ട് അവിടെ കിടക്കും രാത്രി വരെ. ചിലവന്മാരുണ്ട്, നമ്മുടെ വീട്ടിൽ പണ്ട് ഒരാൾ വന്ന് രാത്രി ആയാലും പോകില്ല, ഭർത്താവ് പായിട്ട് അവിടെ കിടക്കുന്നു, ഭാര്യ ഇവിടെ ദൂത് പറച്ചത്. ഞാൻ അവസാനം ഇറങ്ങി പറഞ്ഞു, സഹോദര, നിന്റെ ഭാര്യ പറയണ കേട്ട് ഈ പായം പിടിച്ച് ഇവിടെ കിടക്കാതെ ഇവരെ വിളിച്ചോണ്ട് എഴുന്നേറ്റ് പോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ചില വ്യക്തികൾക്കുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അവര് പറയും, അയ്യോ ചേട്ടൻ ഭയങ്കരാണ്, ചേട്ടൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു. പക്ഷെ ചേട്ടനല്ല പറയുന്നത്, പാവം ചേച്ചി എല്ലാം പറഞ്ഞ് റെഡിയാക്കി നിർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആഹാബ് പറയാണ്, നിങ്ങൾ കാണുന്നത് പോലെ ഞാനല്ല, ഞാൻ രഥത്തിൽ വന്നു, വീരപരാക്രമയെ വന്നു, മീശയൊക്കെ ചുരുട്ടി വെച്ചു, അതൊക്കെ ശരിയാ. പക്ഷെ എന്റെ സംസാരം, ഡയലോഗ് എല്ലാം എഴുതി തന്ന സ്ക്രിപ്റ്റും ഡയലോഗും എല്ലാം അടിച്ച് തിരക്കഥ എല്ലാം തയ്യാറാക്കിയതാണ് ഇവള്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഏലിയാവ് ചോദിച്ചോളൂ, നീ ആണാണോ പെണ്ണാണോ? നീ ശിഖണ്ഡിയാണോ? പ്രൈസ് ദി ലോർഡ്. നീ മീശ എടുത്ത് കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കുമ്പോ, ഹല്ലേലൂയ, നീ മാറിയില്ല, നിന്നോട് എനിക്ക് തോന്നില്ല, ഇങ്ങനെയുള്ള ആണും പെണ്ണും കെട്ടവനോട് എനിക്ക് തോന്നില്ല, മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനെ വെല്ലുവിളിച്ച ഇസബേലെ, ഇറങ്ങി വാ, നിന്റെ ശരീരം നായി നക്കാൻ പോവുക, നിന്റെ ശരീരം നായി വലിച്ചു കീറാൻ പോവുക, നിന്നെ മാളിക മുറിയുന്നെടുത്ത് തള്ളി ഇടാൻ പോവുക. ഇന്ന് പകൽ ആത്മാ പറയുന്ന ചില ഇസബേലിയ ശക്തികൾ അഭിഷിക്തന്മാർക്ക് വിരോധമായി, പുരോഹിതന്മാർക്ക് വിരോധമായി, പ്രവാചകന്മാർക്ക് വിരോധമായി എഴുന്നേറ്റ് വെല്ലുവിളിച്ച് മുമ്പിൽ ചില ശിഖണ്ഡികളെ നിർത്തി
പ്രവർത്തിക്കുന്ന ചില ഗൂഢാലോചന നടത്തുന്ന ചില ശക്തികളെ, വ്യക്തികളെ, കുടുംബങ്ങളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിന്നെ വിളിച്ചത് നിന്റെ ഭാര്യ പറയണ കേട്ട് പുറകെ കിടക്കാനല്ല. നിനക്കൊരു വ്യക്തിത്വം അകത്ത് വേണം. നീയും ദൈവമായിട്ടൊരു ബന്ധം വേണം. ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവമായിട്ടൊരു ബന്ധം വേണം. മക്കൾക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം. ഒരു വിഷയം വരുമ്പോൾ ആദാമിനെ പോലെ ഹവ്വ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു, അല്ലേ? ഇത് തെറ്റായ പരിപാടിയാ. ഇത് സിസ്റ്റത്തിന് വിരോധമാണ്. ആദാമിനെ അല്ലേ ആദ്യം സൃഷ്ടിച്ചത്? എന്നിട്ട് ഈ ആദാമെ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? സ്ത്രീ എനിക്ക് തന്നു, ഞാൻ. അതാണ് ദൈവത്തിന് ദേഷ്യം വന്നത്. എടാ, നിന്നെ അല്ലേ ഞാൻ ആദ്യം സൃഷ്ടിച്ചത്? നിന്റെ മുഖത്തല്ലേ ഞാൻ മീശ വെച്ച് തന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ അല്ലേ ഞാൻ ആണെന്ന് പറഞ്ഞു ഉണ്ടാക്കിയത്? പിന്നീടല്ലേ നിന്റെ ഭാര്യയല്ലേ എന്ന് ഒരിക്കലും ഒടിയാത്ത മാനസാന്തരമല്ലാത്ത എല്ലീന്നെടുത്ത ഒരു സ്ത്രീയെ നിനക്ക് ഉണ്ടാക്കിയത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സ്ത്രീ പറയണോ നീ കേൾക്കണോ, അതോ ഞാൻ പറയുന്ന നീ കേൾക്കണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം പേര് ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക, കുറ്റം ചേർത്തുന്നവരായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഭരിക്കേണ്ടത് ദൈവമാണ്, മനുഷ്യനല്ല, വ്യക്തികളല്ല, സ്ത്രീകളല്ല. ഇന്ന് പകല ദൈവശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം പേര് ഇതിനകത്തുനിന്ന് എഴുന്നേക്കട്ടെ. കുറ്റം ചേർത്തുന്ന, ഒരു പാപം ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് അതിന് എക്സ്ക്യൂസ് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും വിചാരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. ഒരിക്കലും പറയരുത് ദൈവമക്കളെ, നിങ്ങൾ അത് പറയരുത്. അതാണ് നമ്മുടെ ലൈഫിൽ, ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞത്. നീ മനുഷ്യന്റെ ശബ്ദം കേട്ടാണോ ദൈവത്തെ ആരാധിക്കുന്നത്, അതോ ദൈവത്തിന്റെ ശബ്ദം കേട്ടാണോ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്? നീ മനുഷ്യൻ. അവരത് പറഞ്ഞു കേട്ടോ. ഇന്നലെ അവരെന്നെ ഫോൺ ചെയ്ത് അത് പറഞ്ഞു. ഞാനതങ്ങ് വിശ്വസിച്ചു. നീ വിശ്വസിച്ചോ? നശിച്ചോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം എന്തിനാ വിളിച്ചത്? അടുത്തിരിക്കും കരമെടുത്ത്, എന്തിനാ ദൈവം നിന്നെ വിളിച്ചത്? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ആടാണെങ്കിൽ നീ കേൾക്കേണ്ട ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്. നീ മനുഷ്യന്റെ ശബ്ദമല്ല, നീ ഭാര്യയുടെ ശബ്ദമല്ല, ഭർത്താവിന്റെ ശബ്ദമല്ല, മക്കളുടെ ശബ്ദമല്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ നശിക്കത്തില്ല, അവന്റെ കുടുംബം നശിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് ദൈവം സൃഷ്ടിച്ചതുപോലെ വീടുകളാകട്ടെ. ഹല്ലേലൂയ. ഭർത്താവിന്റെ മുകളിൽ കർത്താവാകട്ടെ, ഭാര്യയുടെ മുകളിൽ ആ കർത്താവിന്റെ തലയാകട്ടെ, ഭർത്താവിന്റെ തലയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ തന്നിഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തികൾ പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നീ കൂട്ടുനിന്നാൽ നീ അവരെ കൂടെ നശിക്കാനിടയാകും. നാശകന്മാരുടെ കൂടെ നീ കൈകോർത്താൽ നീ നശിക്കും. പക്ഷെ ഇന്ന് മകൾ ദൈവത്തിന്റെ കൂടെ ചേര്. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്ക. പ്രൈസ്. ദൈവത്തിന്റെ പക്ഷത്ത് നീ ചേർന്ന് നിൽക്ക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാപം ചെയ്തിട്ട് മറ്റുള്ളവരെ ആട്രിബ്യൂട്ട് ചെയ്ത് അവരെ ആരോപിച്ച് അവിടെ ഇവിടെ അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, പാഷ് പറഞ്ഞു, നാട്ടിലുള്ളവർ പറഞ്ഞു, അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ആദാമിനും ഹവ്വയ്ക്കും ഒരുപോലെ ഏദൻ തോട്ടത്തിന് വെളിയിറങ്ങേണ്ടി വന്നത്. ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഒരു സഭയാണ്, ഗ്ലോറി ഇറങ്ങി നിൽക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നിനക്ക് 4 നദികളുണ്ട്, അവിടെ നിനക്ക് മഹത്വമുണ്ട്, അവിടെ നിനക്ക് എല്ലാത്തിനും വിടുതലുണ്ട്, അവിടെ നിനക്ക് കഷ്ടതയില്ല, അവിടെ അഭിഷേകമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നട്ടിരിക്കുന്ന വേലിക്കകത്ത് നീ നിൽക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വിടുതൽ വരുന്നത് അവിടെ നിന്നാണ്. നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ സഭ, അത് മനുഷ്യന്റെ ശബ്ദം കേട്ട് ഓടരുത്, വ്യക്തികളുടെ ശബ്ദം കേട്ട് ഓടരുത്. പ്രൈസ്. വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നീ കേൾക്കരുത്.
എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അഭിപ്രായമില്ലാത്ത മനുഷ്യനല്ല, എല്ലാവരും വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വ്യക്തിപരമായ വ്യക്തിത്വമുള്ള എല്ലാവർക്കും അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ആ അഭിപ്രായങ്ങളും നമ്മളുമായിട്ട് ബന്ധമില്ല. നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് ഒരു അഭിപ്രായമേ ഉള്ളൂ, ദൈവത്തിൻ്റെ അഭിപ്രായം. നമുക്ക് ഒരു ആലോചനയേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആലോചന. നമുക്ക് ഒരാളോട് ചോദിക്കാനുള്ളത് ദൈവത്തിനോടാണ്. നമ്മൾ നടക്കുന്നത് ദൈവശബ്ദം കേട്ടാ. നമ്മളെ ഇടയൻ ദൈവമാണ്. നമ്മൾ ആ നല്ല ആടുകളാണെങ്കിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മൾ കിടക്കും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആ ഇടയൻ നമ്മളെ കൊണ്ടുപോകും. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. കൂരിരുട്ടുള്ള താഴ്വരയിൽ നിന്ന് നടന്നാലും ഒരനർത്ഥവും നിനക്ക് ഭയപ്പെടേണ്ടി വരത്തില്ല. കാരണം നീ ഇടയന്റെ ശബ്ദം കേൾക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞെന്താണ്? ഫേവർ. പറഞ്ഞാട്ടെ, ഫേവർ. ഹല്ലേലൂയ. വായിച്ചോ? ഞാൻ വായിച്ച രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഒന്നാമത് ഫേവർ ഉള്ളവനെ എന്ത് ചെയ്യും? ശത്രുവിന്റെ മുമ്പിൽ മാനിക്കും. ഇന്ന് നിന്റെ ശത്രുവിനോട് പോലും ദൈവത്തിന്റെ കൂടെ നടക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന് നിന്നോട് കരുണ തോന്നി, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഏത് വിഷയത്തെയും ദൈവം പുറത്തെടുക്കും. അതാണ് കരുണ, കടാക്ഷം. കടാക്ഷം ലഭിച്ചവരാ നിങ്ങൾ. വായിച്ചോ? കടാക്ഷം ലഭിച്ചു. യെഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച്. ആദരവായി സംസാരിച്ചു. എല്ലാവരും പറഞ്ഞ ആദരവായി. ആദരം. അത് ശത്രുവിനോടൊക്കെ ആരെങ്കിലും ആദരവായിട്ട് സംസാരിക്കൂ? പക്ഷേ കർത്താവ് പറയാ, നിന്നോട് നിന്റെ ശത്രുക്കൾ വരെ ആദരവായി സംസാരിക്കാൻ പോവുക. ശത്രുക്കൾക്ക് വരെ നിന്നോട് ഒരു ആദരവ് തോന്നുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകും. വേണമെങ്കിൽ നീ പ്രാപിച്ചെടുത്തോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെസ്സേജ് ഒരിടത്ത് പ്രസംഗിച്ച് 4-5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങളും അനുഭവിച്ചിട്ട് ആൾക്കാർ സാക്ഷി പറയാൻ വന്നിട്ട് പ്രൈസ്. ഞാൻ വിചാരിച്ചു, പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചില്ല നടക്കുമെന്ന്. പക്ഷേ ഈ മെസ്സേജ് കേട്ടൊരു കുറച്ച് ഫാമിലീസ് അത് ഏറ്റെടുത്തു. ഒന്ന്, അവർക്ക് ഫേവർ കിട്ടുമെന്ന് പറഞ്ഞു. അഡ്മിഷന് പോയപ്പോൾ പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ഇതുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂ. യഥാർത്ഥ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ഒരു എന്തോ അതിന്റെ പേര് പറയും. അതാണ് മുമ്പ് എന്തോ പറഞ്ഞു. അത് ആ ഒരു പിന്നെ സംഭവത്തിൽ തന്നെ പുള്ളി അങ്ങ് അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ ദൈവം ഈ മെസ്സേജ് കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഫേവറുണ്ട്, കടാക്ഷമുണ്ട്, ദൈവത്തിൻ്റെ കടാക്ഷം ലഭിച്ചവനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് അവനിരുന്നു. അവർ പറഞ്ഞു, ഒറിജിനൽ ഇൻ്റർവ്യൂ വരുന്നതേ ഉള്ളൂ, ജസ്റ്റ് പ്രൈസ് ദി ലോർഡ്, നിന്നെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവനെ കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഇവൻ അങ്ങ് എടുക്കുക, ഇനി ഇൻ്റർവ്യൂ ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ പലരുടെ ഇരിപ്പ് കണ്ടാൽ ഞാനിവിടെ കിടന്ന് തൊള്ള തുറക്കുന്നു. നിങ്ങളിതൊന്ന് ഏശാൽ, പക്ഷെ ചിലരുണ്ട് അവരത് ഏറ്റെടുക്കും. ചിലര് വലിയ സ്കെയിലുമായിട്ടാണ് വരുന്നത് അളക്കാൻ. പലരും പല രീതിയിൽ വന്ന് ഇവിടെ ഇരിക്കുന്നു. ചിലർ ഉറങ്ങാൻ വേണ്ടി വരുന്നു, പ്രൈസ് ദി ലോർഡ്. ചിലര് രാവിലെ എഴുന്നേറ്റ് വരുന്നു, അവിടെ ചായ എത്ര കുടിച്ചാലും മതിയാവൂല പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നു, ചായ കുടിക്കുന്നു, കിഡ്നിക്ക് കേടാവുന്നു. പിന്നെ ഒരിക്കലും ചായ കുടിക്കാതെ ഇതിനകത്തിരിക്കുന്നു. കാരണം ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കും. കിഡ്നിക്ക് വലിയ പാടാ. നീ ഒരുപാട് ചായ കുടിക്കരുത് കേട്ടോ. ഈ ആരാധനയിൽ 2-3 മണിക്കൂർ വന്നിരിക്കുന്ന സമയത്തെ ഒരുപാട് ചായ നീ കുടിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് കിഡ്നിക്ക് ഒരു ചായയെ ദഹിപ്പിച്ചെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതറിയാതെയാണ് ചായ, കട്ടൻ ചായ ഒരു കട്ടിങ് എടുക്കും. ഒരു ആരാധനയുടെ ഇടയിൽ ചായക്കട അടുത്തുണ്ടെങ്കിൽ തീർന്നു. ആ ചായക്കടക്കാരൻ്റെ വ്യാപാരം കൂടുതലാണ്. കർത്താവ് ആളിനെ അന്വേഷിച്ച് കിടക്കുമ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആളെന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. എവിടെ വിൻസെന്റ്, അവനെ എനിക്ക് അനുഗ്രഹിക്കണം. നോക്കിയപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കാൻ വരുമ്പോൾ ഉറക്കമാ. 45 ഡിഗ്രി ചെരിഞ്ഞിരുന്ന ഉറങ്ങി അവൻ 3-ാം സ്വർഗം വരെ എത്തി. എളുപ്പമാണ് കർത്താവിന് കൊണ്ടുപോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിന്റെ ഈ പരിപാടികൾ, ഈ ആരാധനയുടെ ഇടയിലുള്ള പുട്ടുകച്ചവടമൊക്കെ നീ നിർത്തിയിട്ട് നീ മാനസാന്തരപ്പെട്ടാൽ കർത്താവ് പറയാണ്, ദഹിക്കാത്ത പല കാര്യങ്ങളും വാങ്ങി ദഹിപ്പിക്കാൻ നീ നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ ആരാധനയ്ക്ക് 2 മണിക്കൂർ ഇതിനകത്തിരിക്കാൻ നീ വന്നാൽ നീ മാനം മര്യാദയ്ക്കിരുന്ന് ആരാധിച്ചോളാം. നിന്റെ കണ്ണുകൾ എന്നിലോട്ടാകട്ടെ എന്ന്. കർത്താവ് ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ തൽക്കാലം എന്നെ നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കേണ്ട രീതിയിൽ നീ നോക്കണം. നീ കോങ്കണ്ണുള്ളവനായി മാറും. അല്ലെങ്കിൽ എന്താ, പലരുടെയും നോട്ടം ശരിയല്ല.
അവിടെ ഇവിടെ ഇരുന്ന് എത്തി വലിഞ്ഞ് ഏന്തി വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ റെറ്റിനയ്ക്ക് പ്രശ്നമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ ഭാഷ ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം അല്ലേ. പ്രൈസ് ദി ലോർഡ്. പലരും വരുന്നത് പലരെ നോക്കാൻ, ഇവിടെ നമ്മളെന്ന് നോക്കാനും കാണാനൊന്നും അല്ല ആരും വരുന്നത്. ഞാൻ പാവപ്പെട്ട രാവിലെ എഴുന്നേറ്റ് നല്ല ഷർട്ടും പേന്റും പുതിയതാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് റെഡിയായി ഇവിടെ വന്ന് പ്രസംഗവും തുറന്ന് തൊണ്ടയും റെഡിയായി ഇനി വെളിയിറക്കുമ്പോൾ സ്റ്റെപ്സിൽസ് വാങ്ങിച്ച് കഴിക്കണമായിരിക്കും. പക്ഷേ എന്ത് ഫലം, ക്യാ ഫലം അല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുണ്ടാകരുതെന്ന് ദൈവമക്കളെ അടുത്തിട്ട് പറഞ്ഞ ഒരു ഫലം ഉണ്ടാകണം. ഒരു മെസ്സേജ് കേട്ടാൽ ഒരു ഫലം ഉണ്ടാകണം. ഒരു വചന ശുശ്രൂഷയ്ക്കൊക്കെ ഒരു ഫലം ഉണ്ടാകണം. നീ ഇരിക്കേണ്ട രീതിയിൽ ഇരുന്ന് ആരാധിക്കണം. നീ ദൈവശബ്ദത്തെ കേൾക്കണം. നീ മാനസാന്തരപ്പെടണം. ഈ 2 മണിക്കൂറിനകത്ത് ഈ 2024 മേജർ ഡെലിവറൻസ് നടക്കാൻ ഇന്ന് പകൽ നീ വിചാരിച്ചാൽ നടക്കും. ദൈവം വിചാരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നീ കൂടെ അങ്ങ് വിചാരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പയ്യൻ പറയുകയാണ് പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെന്നിരുന്നതേ ഉള്ളൂ, എനിക്ക് അഡ്മിഷൻ കിട്ടി. ഒരുപാട് പേര് പലരും എന്നെ വിളിച്ചു പറഞ്ഞു. ആ മെസ്സേജ് കേട്ട പലരും എന്നോട് പറയുകയാണ്, ബ്രദറെ ഞങ്ങൾ പോയി അഡ്മിഷൻ കിട്ടി. ഒരിക്കലും ഒരു മണ്ടനായ ഒരു പയ്യൻ, അവൻ ജയിക്കുമെന്ന് ലോകത്തൊരു മനുഷ്യനും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ കൈവച്ചതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടോ ജയിക്കുമെന്ന്. കാരണം ഞാൻ അവനെക്കാലം മണ്ടനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഒന്നും നീ പഠിക്കണ്ട. 10ാം ക്ലാസ്സിൽ അവൻ തോക്കുമെന്ന് അവൻ്റെ അപ്പനും അമ്മയും എല്ലാവരും പറഞ്ഞു. അവൻ്റെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ഞങ്ങൾ ഈ വർഷം അവനെ തോപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മുഖത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതേ അവസ്ഥയായിരുന്നു എന്നെക്കുറിച്ച് നാട്ടുകാരും എല്ലാവരും പറഞ്ഞത്, അധ്യാപകന്മാർ പറഞ്ഞത്. ഇവനെ ഞങ്ങൾ തോപ്പിക്കും, ഇവൻ തോക്കാൻ ജനിച്ചവനാണ്, ഇവന് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ 0 വാങ്ങിച്ചത് ഇവനേ ഉള്ളൂ, ഇവൻ ഞങ്ങളെ കൂടെ നാണം കെടുത്താൻ ജനിച്ചവനാണ്. പക്ഷേ ഡോക്ടറേറ്റ് നേടിയവൻ ആശ്രയിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ നെടുമങ്ങാട് ചർച്ചിന്റെ ഓഫീസിനകത്ത് ഡോക്ടർ ശ്രീജു എഴുതി വെച്ചിട്ടുണ്ട്. വെളിയിൽ ആരെയും കാണിച്ചില്ലെങ്കിലും അകത്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണ് അവർ ഡോക്ടറേറ്റ് തന്നത് എനിക്കറിയില്ല. പക്ഷേ കർത്താവ് പറയുക സർട്ടിഫിക്കറ്റുകൾ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ടൊക്കെ തരുമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇവൻ മണ്ടനാണോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ലോകത്തിന്റെ നമ്പർ 1 മണ്ടൻ. ഞങ്ങൾ വിളിക്കുന്നതേ മണ്ടാന്ന. ഞാൻ കേട്ടോണ്ട് നിന്നപ്പോ എന്നെ പലപ്പോഴും എന്നെ മണ്ടാന്ന് അവരെ അപ്പനും വിളിച്ചു. ടീച്ചേഴ്സ് പറയുകയാണ് അവൻ തോക്കും, എല്ലാവരും പറഞ്ഞു തോക്കും. ഞാൻ പറഞ്ഞു ഇവൻ ജയിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ പറഞ്ഞു ഇവൻ 100% ജയിച്ചിരിക്കും. ഇവന്റെ പഠിത്തത്തിലല്ല, ഇവന് ഹാജര് പോലും ഇല്ല. ഇവൻ തോപ്പിക്ക് വന്ന് വെല്ലുവിളിച്ച സാറകത്തിരിക്കുക. സാറ് പറയ ശിവൻകുട്ടി മന്ത്രി അങ്ങേര് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അവനെ തോപ്പിക്കും, ഇവൻ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന്റെ ഫേവർ അവന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.